വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് OSP. ഞാൻ അഖിൽ ടൈറ്റസ്. ഞാൻ ആകാശ് ഷാജി. അത് തന്നെ, ആ എൻട്രൻസ് എപ്പോഴും അതെ, നമ്മള് എന്തിനെ കുറിച്ചും ഏതിനെ കുറിച്ചും സംസാരിക്കും. ശരി, അങ്ങനെയല്ല, എന്തിനേയും ഏതിനേയും പറ്റി സംസാരിക്കും. അതാണ് നമ്മുടെ ലൈൻ. കാരണം കുറച്ചു ദിവസം ചെയ്യാൻ വേണ്ടല്ലോ, ടച്ച് അങ്ങോട്ട് വിട്ടുപോയിട്ടല്ലേ. പക്ഷെ നമ്മൾ പിടിക്കും. അത് ശരിക്കും ഞാൻ അതിനെ കംപ്ലൈന്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പ്രൊഡ്യൂസർ. അവൻ നാട്ടിൽ പോകണ്ടല്ലോ ഇത്രയും ഗ്യാപ്പ് വന്നത്. ശരിയാ, അല്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ എന്ത് കഷ്ടപ്പെട്ട് ഇങ്ങനെ ഓരോ സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇവനാണെങ്കിൽ പ്രശ്നമാക്കി കളഞ്ഞ്. സീനില്ല, നമ്മള് കേറിയിരിക്കും. ഇവ ഞങ്ങള് ഫേമസ് ആക്കാന്ന് പോകാൻ പറഞ്ഞേക്കണേ. ആർക്കറിയാം, ഫേമസ് ആക്കൂടെ. കാരണം നമ്മള് ഫസ്റ്റത്തെ സീസൺ തുടങ്ങിയത് നമ്മളെങ്ങനെ കാനഡയിലേക്ക് എങ്ങനെ വന്നിട്ടുള്ള കുറച്ച് ചെറിയ സ്ട്രഗിളും എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളതാ. അപ്പൊ അത് നമ്മളൊരു ചെറിയൊരു പോർഷൻ ആക്കി നിർത്തിയായിരുന്നു. അതെ, അതിന്റെ ഒരു ചെറിയൊരു പോർഷനും കൂടി നമുക്ക് ഇതിലാണ് കണ്ടിന്യൂ ചെയ്ത് വേറെ ഇവിടുത്തെ കുറച്ച് ഡിഫറൻസസും ജീവിത പാഠങ്ങൾ കാനഡയിൽ നിന്ന് പഠിച്ച അതെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഇവിടുത്തെ കാര്യങ്ങൾ അതിനെയൊക്കെ പറ്റി ഒന്ന് സംസാരിക്കാം. എല്ലാവർക്കും അത് നമുക്ക് മനസ്സിലായ രീതിയിൽ അല്ലേ. അത്രേ ഉള്ളൂ. നമ്മള് ആധികാരികമായിട്ട് ഈ വീഡിയോന്റെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് എപ്പിസോഡിന്റെ ഇട്ടിട്ടുണ്ടാവും നമ്മള്. കാരണം അത് നിങ്ങളിത് കാണണം കേട്ടോ, എന്നാലേ ചിലപ്പോ ചിലവർക്ക് ഇത് മനസ്സിലാവുള്ളൂ. പുതിയ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അവർ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല ഫസ്റ്റ് എപ്പിസോഡിന്റെ ഒരു ചെറിയൊരു കണ്ടിന്യൂറ്റി എന്നുള്ളത് നമുക്ക് വേണേൽ കണക്കാക്കാം. അതെ ഫസ്റ്റ് എപ്പിസോഡ് നമ്മൾ നിർത്തി എന്ന് പറയുന്നത് നമ്മളിപ്പോ നമ്മുടെ സ്വന്തം ഒമറങ്ങൾ. അതെ, ഒമറങ്ങളൊക്കെ പോട്ടെ, മറ്റേതാ എനിക്ക് ഓർമ്മ വരുന്നത്. മറ്റേ ഫ്ലൈറ്റ് ഇങ്ങനെ മറ്റേ കുത്ത് കൂളിംഗ് ഗ്ലാസ്. ഇതെവിടെയെങ്കിലും തമിഴിൽ വേണമെങ്കിൽ ഫോട്ടോ ഇല്ല, അല്ലെങ്കിൽ ഇട്ട് കൊടുക്കാറ്. അതൊക്കെ എടുത്ത് സൂക്ഷിച്ചു വെക്കണ്ടേ. ഇതൊക്കെ ഇതൊക്കെ അന്നൊരു അറിയില്ലല്ലോ, ഇതൊക്കെ ഒരു വലിയ സെറ്റപ്പാന്ന്. പിന്നെ ഇങ്ങനെയൊക്കെ നമ്മളെ കോമാളിനെ പോലെ ആൾ നോക്കിട്ട് നമ്മളന്ന് സൂട്ടൊക്കെ ഇട്ട് വരുമ്പോ സെക്യൂരിറ്റികൾ നമ്മളെ സ്പെഷ്യലായിട്ട് ട്രീറ്റ് ചെയ്യണേന്ന്. അത് കഴിഞ്ഞപ്പോഴേ മനസ്സിലായേ ഇത് നമ്മള് ഡേഞ്ചർ ബ്ലാക്ക് കാറ്റ് സൂട്ടൊക്കെ ഇട്ടുണ്ട്, കണ്ണടയെ കുറിച്ച് ചുമന്ന ഷൂസ്. അതൊക്കെ ഒരു ലൈഫാണ്. നിങ്ങള് നയാഗ്രയിലേക്ക് വന്ന് ഞാൻ സിഡ്നിയിലേക്ക് സിഡ്നി കേട്ടോ, നോവാസ്കോഷ്യ. ജോഗ്രഫിക്കലി എന്റെ ഒക്കെ അറിവില് സിഡ്നി എന്ന് പറഞ്ഞാൽ മറ്റേ ഓസ്ട്രേലിയ. ഇവിടെ സിഡ്നി ഉണ്ടെന്ന് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാനത് നോവസ്കോഷ്യയിൽ വന്നിട്ട് സിഡ്നി എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ ഉണ്ട്. നോവസ്കോഷ്യ എന്ന് പറഞ്ഞത് അറിഞ്ഞത് ഇവിടെ PR കൊടുക്കേണ്ടത് പറഞ്ഞപ്പോഴാണ് നോവസ്കോഷ്യ എന്ന് പറഞ്ഞ സാധനം ഞാൻ അറിയണേ. അല്ലെങ്കിൽ ആര് എന്ന് പണ്ട് പറഞ്ഞിട്ടിരുന്ന ഓർമ്മയില്ലേ, നോവസ്കോഷ്യ എന്ന് പറയുമ്പോ മഞ്ഞാണ്, ഫുള്ള് മഞ്ഞാണ്. തെറ്റാട്ടോ, ബാക്കിയുള്ള പ്രൊവിൻസിനെ അപേക്ഷിച്ച് ഇവിടെ മഞ്ഞ് കുറവാണ്. അതെ, ഇത് ആൾക്ക് അറിയാതെ ചെറിയ നമ്മൾ മറ്റേ ടോപ്പിക്കിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇത് നമ്മൾ താമസിക്കുന്ന ഒരു കോസ്റ്റൽ ഏരിയ ആണത്. ഇവിടെ ആകുമ്പോ കാറ്റുണ്ട്, കാനഡയാണ്. അതെ, കാറ്റ് കൂടുതലാണ്, മഞ്ഞ് കുറവാണ്. ഇത് ആൽബർട്ടേ അല്ല, ആൽബർട്ട സസ്കച്ചുവാൻ ആ സൈഡ് കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് സൈഡാണ്. ഇത് ഏതാ സൈഡ്? ഈസ്റ്റേൺ ആണോ? ഈസ്റ്റ് കോസ്റ്റ്, വെസ്റ്റ് കോസ്റ്റ്. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ സൈഡിൽ ഇവിടെ തൊട്ടടുത്താ നമ്മുടെ മറ്റേ ടൈറ്റാനിക് മുങ്ങിയത്. ഹാലിഫാക്സിന് തൊട്ടടുത്താ. നോവസ്കോഷ്യയില് ആദ്യം വന്നപ്പോ നമ്മുടെ ഒരു കൂട്ടുകാരനെ ഇവിടെ അവനിപ്പോ മൂവ് ചെയ്ത് പോയി. അപ്പൊ അവൻ എന്നെ നമ്മുടെ ലുക്ക് ഓഫ് കാണിക്കാൻ കൊണ്ടുപോയിക്കണേ, നമ്മുടെ മറ്റേ സ്പ്രൈഫീൽഡിന്റെ അവിടുത്തെ ലുക്ക് ഓഫ്. ഞങ്ങൾ റോഡിന്റെ വണ്ടി എടുത്തേനെ കേട്ടാ, എടാ ദാ അവിടെ ഇല്ലേ, അവിടെയാണ് ടൈറ്റാനിക്. എടാ അവിടെ മറ്റേ ഒരു ഓറഞ്ച് റിബണൊക്കെ ഇട്ടേക്കണം, ആ ഓറഞ്ച് വെള്ളത്തിൽ തൂക്കിടക്കണോ നമുക്കറിയില്ലല്ലോ. വിശ്വസിച്ചോ? ആദ്യം നമുക്കറിയില്ലല്ലോ എന്തിനാണ് റിബൺ. അത് പിന്നെ ഈ ഷിപ്പിന് പോകാൻ വേണ്ടി മാർക്ക് ചെയ്യാൻ വേണ്ടിട്ട് സ്ഥലമുണ്ടെന്നൊക്കെ പിന്നെ അറിയണത്. എടാ ആ റിബൺ ഇട്ടേക്കണതിൽ ആൾക്ക് മനസ്സിലാൻ വേണ്ടിട്ടാ ടൈറ്റാനിക്. ഞാൻ വിശ്വസിച്ച് മൂന്നാലിടത്ത് പറയുകയും ചെയ്യും, ഇവന്മാര് വിചാരിച്ചിട്ട് ഇവനെന്ത് കഴുതയാണെന്ന്. പക്ഷെ എന്നിരുന്നാലും സത്യസന്ധമായിട്ടുള്ളൊരു കഥ കേട്ടോ. ന്യൂ ഫൗണ്ട്ലാൻഡും നോവസ്കോഷ്യയും ആ ഒരു ഭാഗം, വെള്ളത്തിന്റെ ആ ഒരു ഭാഗത്ത് ടൈറ്റാനിക് ഇപ്പോഴും ഉണ്ട്. നമ്മുടെ ടൈറ്റാനിക്കിൽ മരിച്ച ആൾക്കാരുടെ മറ്റേ ബോഡിയൊക്കെ ഇവിടെ ഉണ്ട്. ബോഡി അതിന് പറഞ്ഞ സെമിട്രി ലൈക്ക് അത് നമ്മുടെ അറ്റത്ത് അവിടെയുണ്ട്. പിന്നെ ഇവരെ മ്യൂസിയം ഉണ്ട് ഇവിടെ, ടൈറ്റാനിക്കിന്റെ മ്യൂസിയം ഉണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു
ടച്ചിങ് സ്റ്റോറിയിലേക്ക് അവിടെ വന്ന് താമസിക്കുക, അവിടെ ജീവിക്കുക, അതൊക്കെ നമ്മൾ മറ്റേ സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ളത്. ടൈറ്റാനിക് സിനിമ പോലെ അല്ല എന്നാണ് പറയണത്. സിനിമയിൽ അവർ ജസ്റ്റ് എക്സാജുറേറ്റ് ചെയ്ത് സംഭവങ്ങളൊക്കെ ആക്കിയിട്ടാണ്. അതിനകത്ത് ഇങ്ങനെ പടം കുറക്കണേ ഉണ്ടല്ലോ ഇങ്ങനെ കിടക്കുമ്പോ ലൈഫില് ഇല്ലേ? ഇല്ലായിരിക്കും. ഇല്ലായിരിക്കും. അതൊക്കെ അവരെങ്ങനെ അറിയാനാ പടം വരച്ചോണ്ടോ? മറ്റേ പെണ്ണല്ലേ ഈ കഥയെല്ലാം പറഞ്ഞ മറ്റേ അമ്മച്ചി? എനിക്കറിയാം. അല്ലേ, ആ സിനിമക്കകത്ത് അങ്ങനെയാന്ന് എനിക്ക് തോന്നുന്നു. സിനിമക്കകത്ത് അങ്ങനെയാണ് പല മണ്ടത്തരങ്ങളും പറയുമായിരിക്കും കേട്ടോ. അത് കേട്ട് ആ രീതിയിലെടുത്താ മതി, അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പൊ അതങ്ങനെ അത് നമ്മളെ നയഗ്രയിൽ എത്തിയിട്ടുള്ളൂ കേട്ടോ. കാനഡയിൽ വന്ന് നയഗ്രയിലെത്തി നമുക്കൊരു മോട്ടലില് ജോലി കിട്ടി. ഒമറങ്ങളുടെ മോട്ടൽ. പുള്ളീനെ എനിക്ക് അവിടുത്തെ പ്രൊമോഷനൊക്കെ തന്ന് പുള്ളി അവസാനം ഞാൻ അവിടുത്തെ ഫ്രണ്ട് ഡെസ്ക് ആയി. ഇത് ജസ്റ്റ് ഒരു റിഫ്രഷ്മെന്റ് ഞാൻ പറയട്ടെ, എന്റെ ഓർമ്മ ശരിയാവുമെന്ന് അറിയാനായിട്ട്. ആദ്യമേ നമ്മൾ മറ്റേ പിസ്സ സ്റ്റോറിൽ നമ്മൾ വർക്ക് ചെയ്തു. പിസ്സ സ്റ്റോറിൽ എത്തിയിട്ടില്ല. പിസ്സ സ്റ്റോറിൽ പുള്ളിയുടെ ആദ്യം മറ്റേ അഫ്ഗാനി റെസ്റ്റോറന്റ് ഉണ്ട്, അവിടുത്തെ ട്രെയിനി ആയിട്ട് പണി, മറ്റേ പൈസ തരാണ്ട് ട്രെയിനി ആയിട്ട് പണിയെടുപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് പുള്ളി എന്നെ പുള്ളിയുടെ മോട്ടലില് മറ്റേ വാട്ടർ ബോയ് ആയിട്ട് എന്ന് വെച്ചാൽ നമ്മൾ ടവൽ ഇതൊക്കെ കൊണ്ടേ കൊടുക്കാനായിട്ട് അതങ്ങനെ എടുത്തു. ഇതെല്ലാം മറ്റേ വന്ന കുറച്ച് കാലത്തിനിടയിൽ $5 ഇതൊക്കെ പണിയെടുത്തിട്ടിരിക്കണം മണിക്കൂറിന്. അത് കഴിഞ്ഞിട്ട് പുള്ളിനെ ഫ്രണ്ട് ഡെസ്ക് ആക്കി, ഫ്രണ്ട് ഡെസ്കിലെ പണിക്കാരനാക്കി. $5 അവിടെ മറ്റേ തുണി അലക്കിക്കൊണ്ടിരുന്നത്. പിന്നെ ജോലിയാണല്ലോ വേണ്ടത് നമുക്ക്, ക്യാഷ് ജോബാണ്. അത് സിന്നില്ലല്ലോ ഇപ്പൊ നമുക്ക്. അപ്പൊ $5 നമ്മൾ പണിയെടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് പുള്ളി എന്നെ വിട്ടുകളഞ്ഞിട്ട് പുള്ളി എന്നെ തിരിച്ചു കൊണ്ടുവന്നിട്ട് എന്നിട്ട് ഞാൻ പറഞ്ഞു സമ്മറിൽ ഞാൻ പുള്ളിക്ക് ഒരു ഓഫർ കൊടുത്തത്. പുള്ളിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഞാൻ പണിക്കൊക്കെ ഇവിടെ നിൽക്കാം, എനിക്ക് വേറെ ട്രെയിനിങ്ങിനുള്ള കാശ് തന്നെ, എനിക്ക് എന്റെ സ്റ്റുഡന്റ് ഫീസ് അടയ്ക്കണം അടുത്ത സെമിസ്റ്ററിന്, കാരണം സമ്മർ വെക്കേഷൻ ഉണ്ടാവില്ല നമുക്ക് എപ്പോഴും. അതെ, പുള്ളി പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് നല്ല ബുദ്ധിമുട്ടി 6,000 തന്നിട്ടുണ്ടെങ്കിലുണ്ട് ഒരു സെമിസ്റ്റർ ഫീസ്. പുള്ളി എന്നെ 25 പണി എന്നെ കൊണ്ടുപിടിച്ചിട്ടുണ്ട് പുള്ളി അവിടെ. അവിടുത്തെ വാട്ടർ ബോയ്, ലോണ്ടറി മാൻ, പിന്നെ നമ്മുടെ മറ്റേ റൂം ക്ലീനിങ്, ഹൗസ് കീപ്പിംഗ്, പിന്നെ ഫ്രണ്ട് ഡെസ്ക്, പിന്നെ ബുക്കിംഗ് മാനേജ്മെന്റ്, പിന്നെ പുറത്തത്തെ ഔട്ട്ഡോർ ക്ലീനിങ് ഉണ്ടോ, പായലും അതൊക്കെ കഴിയണം. അത് എല്ലാം ഞാൻ പുള്ളിക്കാരൻ 5 പേരെ പണിയല്ലോ. പണിക്കാര് വരും. എന്നുവെച്ചാൽ ആകെ മെയിൻ ആയിട്ട് കൊണ്ടുവന്നിരുന്നത് ഹൗസ് കീപ്പിങ്ങിന് 2 പെണ്ണുങ്ങളെ കൊണ്ടുവന്നിരുന്നത്. പക്ഷെ ഈ 2 പെണ്ണുങ്ങളെ കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് 20 റൂം ക്ലീൻ ചെയ്യടക്കൂല. കാരണം 3 മണിക്ക് ചെക്കിങ് വന്നല്ലോ. അപ്പൊ ചെക്കിങ്ങിന് മുമ്പ് 2 പേരെ കൊണ്ട് ഒരിക്കലും നടക്കില്ല. നമ്മൾ ഓർക്കണം, കാര്യം പരിപാടി എടുക്കണ്ടേ, റൂം ബുക്ക് ചെയ്തേക്കണേ. സമ്മർ ആകുമ്പോ ഭയങ്കര തിരക്കാ. അതാണ് എന്തൊക്കെ കണ്ടോണ്ടിരുന്നത് അറിയാം. അവിടേക്ക് എന്തൊക്കെയാണ് ആ റൂമിൽ കിടന്നത്, പല സാധനങ്ങൾ ഞാൻ ആ റൂമിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. കാശ് കിട്ടുമായിരുന്നു, ടിപ്പും കിട്ടുമായിരുന്നു, പിന്നെ കുറെ ടോയ്സ് ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ടോയ്സ് കിട്ടാറുണ്ട്. കൊറേ കള്ള് കൊറേ ഉണ്ടാവും, ഇഷ്ടംമാതിരി. ആള് നയാഗ്ര ഫോൾസിൽ വന്നത് വെക്കേഷൻ, നയാഗ്ര ഫോൾസിന്റെ അടുത്തുള്ള ടൂറിസ്റ്റ് സെറ്റപ്പാ. ഒന്നില്ലെങ്കിൽ ഓരോ ഗേൾ ഫ്രണ്ട്സിനെയും അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുപോകുന്ന സെറ്റപ്പ് പരിപാടിയാണ്, അല്ലെങ്കിൽ പാർട്ടി ചെയ്യാൻ വേണ്ടി വന്നതാ. ഞാൻ ഡൗട്ട് ചെയ്യട്ടെ, മോട്ടലും ഹോട്ടലും തമ്മിലുള്ള വ്യത്യാസം? എന്റെ അറിവിൽ മോട്ടൽ എന്ന് പറയുമ്പോൾ നമുക്ക് പുറത്തേക്ക് കൂടി ഇറങ്ങിപ്പോയി എല്ലായിടത്തും ആക്സസ് ചെയ്യാം. മോട്ടൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഡയറക്റ്റ് റൂമിലേക്ക് പുറത്തേക്ക് കൂടി കയറാം. കാർ പുറത്ത് പാർക്ക് ചെയ്തിട്ട് കയറിച്ചല്ല. വലിയ മറ്റേ ഹോട്ടല് പോലെ മറ്റേ റൂം, മറ്റേ ഹോട്ടല് പോലെയല്ല മോട്ടല്. അങ്ങനല്ല, ഞാൻ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ മറ്റേ നമ്മളൊരു റിസപ്ഷനോടെ കയറുന്നു, അതിനകത്തോട്ട് റൂം. ഇതൊക്കെ പുറത്തേക്ക് കൂടി ഔട്ട്ഡോർ എല്ലാ എൻട്രൻസും. എന്റെ അറിവിൽ അതാണ് മോട്ടല്. അപ്പൊ അവിടെ എപ്പോഴും എന്തെങ്കിലും ഇങ്ങനെ ആളിങ്ങനെ പാർട്ടി ചെയ്യാൻ വേണ്ടി വന്നതാ. കാര്യം മോട്ടലുകൾ എടുക്കണത് കൂടുതൽ ഈ കാര്യം അലമ്പാൻ വേണ്ടിയിട്ട് വേണം കൂടുതൽ. ലോക്കൽസ് വേണം. പക്ഷെ സമ്മറിൽ ലോക്കൽസ് ഒന്നും അല്ല, വേറെ സ്ഥലമില്ല. കാര്യം ഞങ്ങള് $300 അത് ഞങ്ങള് $300 ഒരു ഡേക്ക് ചാർജ് ചെയ്യണമെങ്കിൽ വലിയ ഹോട്ടലിൽ $600-700 ഒരു ദിവസത്തേക്ക് ചാർജ് ചെയ്യണേ. കാരണം സമ്മറിൽ അവർ കാശ് ഉണ്ടാക്കണേ. അപ്പൊ നമ്മള് പറയാം വായില് എന്റെ കാശ് ഞാൻ പറയണേ എല്ലാ ദിവസവും. എക്സ്പീഡിയ booking.com അവര് ഒരു റേറ്റ് ഇട്ടുണ്ടാവും. അതിൽ നമ്മൾ കുറച്ച് റൂം വിൽക്കുള്ളൂ ഈ വീക്കെൻഡ് ആകുമ്പോ. മൊത്തം നമ്മള് വാക്കിന് എടുക്കാൻ വേണ്ടിട്ട്. വാക്കിന് എല്ലാരും ഇപ്പൊ രാത്രിയാക്കി കഴിയുമ്പോ ആർക്കും വീട്ടിൽ പോകാൻ താല്പര്യമില്ല. എല്ലാരും റൂം മതി. കിട്ടത്തില്ല. അപ്പൊ ഒരാൾക്ക് ഇപ്പൊ കയറി ഒരാൾ വരുമ്പോ $250 പറഞ്ഞു.
250 ചോദിച്ചപ്പോൾ ഒന്നും പറഞ്ഞില്ല. അടുത്ത 300 ചോദിച്ചു നോക്കാം. അയ്യോ 300 ചോദിക്കും, അണ്ട് 300 കിട്ടും. ആണോ? എന്ത് കച്ച റൂം എന്ന് പറയാം. ഞാൻ ഫ്രീ ആയിട്ട് ഞാൻ കിടക്കാത്ത റൂമുകളാ. ആ നമുക്കറിയാലോ അതിനകത്ത് എന്തൊക്കെയാണ് ബെഡ്ഷീറ്റിലൊക്കെ ഉണ്ടായിരുന്നത്. ആ ഇതൊന്നും അലക്കത്തൊന്നുമില്ലേ? അലക്കും, അലക്കി ഇതൊക്കെ ഇടും. പക്ഷെ മാട്രസ് ഒക്കെ തന്നെയല്ലേ, മാട്രസ് ഒക്കെ 6 വർഷം 7 വർഷം പഴക്കമുള്ള മാട്രസ്. ജസ്റ്റ് പുതപ്പ് മാത്രം മാറ്റണുള്ളൂ. മറ്റേ UV ലൈറ്റിന് സാധനമൊക്കെ ചടിച്ചു നോക്കിയാണല്ലോ അതിനകത്തൊക്കെ. അത് ഞാൻ പറഞ്ഞേ, ജീവിതത്തിൽ കിടക്കില്ലേ അത് കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഹോട്ടലുകളിലേക്ക് പോകാൻ പാടുള്ളൂ, നല്ല ഹോട്ടലുകളിൽ. ഞാൻ എപ്പോഴും ഇങ്ങനെ പോകുമ്പോ എല്ലാം ഇങ്ങനെ തുറന്നൊക്കെ എല്ലാ കച്ചവടം പൊട്ടി. കൊറേ ഗുജറാത്തികള് കൊറേ പഞ്ചാബികള് ഇവർക്കാണ് മിക്ക ഹോട്ടലുകളും ഓൺ ചെയ്യണത്. ഇവരൊക്കെ കഴിച്ചു കഴിയും. ഇവര് തന്നെയാണല്ലോ, ഇവരെല്ലാരും ഫാമിലി ബിസിനസ് ആണുള്ളത്. അപ്പൊ പുള്ളിക്കാരൻ കഴിഞ്ഞ ദിവസമല്ല കുറച്ച് നാൾ മുന്നേ ഒരു ഗുജറാത്തി വിളിച്ചായിരുന്നു. ന്യൂ ബ്രൗൺസിക്കിൽ ഒരു മോട്ടൽ ഉണ്ട് ലഗ് വിൽക്കാൻ എന്നൊക്കെ പറഞ്ഞോണ്ട്. എനിക്ക് ഓർമ്മയുണ്ട് നീ പറഞ്ഞത്. ലഗ് വലിയ മുഴുവൻ ഈ ഗുജറാത്തി പഞ്ചാബീസ് ഇവരൊരു ഫാമിലി ബിസിനസ് പോലെ അവരവിടെ താമസിച്ചാണ് ഈ പരിപാടി മൊത്തം ചെയ്യണേ. നമ്മളെ കൊണ്ട് പറ്റാത്ത പരിപാടിയാണ്, പക്ഷെ അവർക്കറിയാം അങ്ങനെ ബിസിനസ് ചെയ്യാൻ. അപ്പൊ അവിടെ വർക്ക് ചെയ്ത് നമ്മൾ എന്നിട്ട് എന്നെ കൊണ്ട് ഈ പുള്ളി ഈ പണിയൊക്കെ എടുപ്പിക്കും. ഈ പുള്ളി അടിക്കുമ്പോൾ എനിക്ക് എപ്പോഴും ചില ടൈമിൽ നൈറ്റ് ഷിഫ്റ്റുകളൊക്കെ ഉണ്ടാവും. ഞാൻ ചില ദിവസം മോട്ടലില്ലേ, ഇപ്പൊ വീക്ക് ഡേയ്സിൽ ഞാൻ അവിടെയുള്ള താമസിക്കണേ. എനിക്കവിടെ താമസമൊന്നും പുറത്തേക്ക് വിടുന്നതാ, എനിക്ക് 24/7 ജോലിയാ. അപ്പൊ അവിടെ എന്നെ താമസിപ്പിക്കും. ആ മോട്ടലാണ് താമസിച്ചോണ്ടിരുന്നത്. മോട്ടൽ എനിക്കൊരു മോട്ടൽ റൂമല്ല, അതിനകത്ത് വേറൊരു റൂം അവിടെ ഉണ്ട്. ഒന്നും ചെയ്യാതിരുന്നത്. അതിനകത്ത് ഒന്നുമില്ല, റൂമിൽ ഒന്നും ഉണ്ടായില്ല. അത് റൂമായിട്ടും കൊടുക്കണ്ടായില്ല. ഞാനത് റൂമാക്കി മാറ്റിയത്. എനിക്ക് മാട്രസ് ഒക്കെ എനിക്ക് പുള്ളി മേടിച്ചു തന്നു. എന്നിട്ട് ബാക്കി അവിടെ ബെഡ് അവിടെ കിടപ്പ് ഫുഡ് അതിന്റെ തൊട്ടിപ്പുറത്തുനിന്ന് പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല എനിക്ക്. എല്ലാ പരിപാടി അവിടെ തന്നെ നടക്കും. ആ സുഖത്ത് ജീവിതം. അത് കഴിഞ്ഞിട്ട് അപ്പൊ ഒരു ദിവസം രാത്രി ഇരിക്കുമ്പോ എനിക്ക് ബോറടിക്കുമല്ലോ, വീട്ടിലേക്ക് വിളിക്കണ്ടേ. അപ്പൊ ഞാൻ അവിടുത്തെ സാധാ ഫോൺ എടുത്തിട്ട് ടിങ് 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 ഡയറക്റ്റ് വിളിയാ. പണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് കോളിംഗ് കാർഡ് വേണം വിളിക്കാനായിട്ട്. വാട്സപ്പ് സംഭവം ഒന്നുമില്ലല്ലോ. ഞാൻ 2012 നമ്മൾ സംസാരിക്കുന്നത്. അതെ, 2012-13 ആര് വാട്സപ്പ്, എന്ത് വാട്സപ്പ്, സ്കൈപ്പാ ഉള്ളത്. ഓർക്കൂട്ടില്ല, ഫേസ്ബുക്ക് ഉണ്ട്. കുറച്ചും കൂടി വലുതായിരുന്നു ഞങ്ങള്. ഫേസ്ബുക്ക് പക്ഷെ എന്നാലും എല്ലാരും വിളിച്ച സ്കൈപ്പില്ല. അതെന്ന് പറയുമ്പോ വീട്ടിൽ നല്ല ഇന്റർനെറ്റ് വേണം. പണ്ടത്തെ നാട്ടിൽ ഇന്റർനെറ്റ് അറിയാലോ. ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞ് വേണം സ്കൈപ്പൊക്കെ തുറന്നു വരാൻ. അതേ സ്പീഡാ. ഞങ്ങളുടെ മറ്റേ എന്റെ വീടിനടുത്ത് ഞങ്ങളുടെ ഒരു ബന്ധുക്കാരുണ്ടായിരുന്നു. അപ്പൊ അവിടെ താമസിക്കുന്ന അപ്പനും അമ്മയും അവരുടെ മക്കളിവിടെ പുറത്താ. അപ്പം അവരെ വിളിക്കാൻ വേണ്ടിട്ട് എന്നെ വിളിക്കുമായിരുന്നു. ഞാൻ അവിടെ ചെന്നിട്ട് മറ്റേ സ്കൈപ്പ് സെറ്റപ്പ് ചെയ്തിട്ട് ഇവരെ കാണിച്ചു കൊടുക്കണം. അത് എന്ത് പാടായിരുന്നു അറിയാം. നെറ്റ് എന്ന് പറഞ്ഞ സാധനം കിട്ടത്തില്ല. അവരുടെ സമയം അനുസരിച്ച് നമ്മളവിടെ പോയിരുന്നിട്ട് ഇങ്ങനെ ഇത് കറങ്ങിക്കൊണ്ടിരിക്കും. എവിടെ പണ്ട് BSNL നെറ്റ് കിട്ടുമായിരുന്നു വീട്ടിൽ. അത് കഴിഞ്ഞിട്ട് ഐഡിയയുടെ മറ്റേ പ്ലഗിനൊക്കെ വന്നായിരുന്നു. അപ്പോഴാണ് കുറച്ചും കൂടി സ്പീഡ് ആയി തുടങ്ങി. അതിൽ കണക്കായിരുന്നു. അപ്പൊ അതില് ഈ ഹോട്ടലിൽ ഇരുന്നിട്ട് സ്കൈപ്പിലാണോ വിളിക്കണ? വീട്ടില് സ്കൈപ്പിൽ വിളിക്കുമ്പോ പണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ മറ്റേ ഹെഡ്ഫോണൊക്കെ വെച്ചിട്ട് ഇതൊക്കെ ഉള്ള സാധനം അതിലേക്ക് വിളിക്കണമായിരുന്നു. അപ്പൊ അതിൽ വിളിക്കണ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ എളുപ്പം വിളിക്കണ വെച്ചാൽ മോട്ടലില് ഫോണുണ്ട്, ലാൻഡ് ലൈൻ ഉണ്ട്. ടിങ് 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 വിളിക്കും. 1 മണിക്കൂർ 1 മണിക്കൂർ 2 മണിക്കൂർ 3 മണിക്കൂർ ഇങ്ങനെ സംസാരിക്കും. അങ്ങനെ മാസങ്ങളോളം, 1 മാസം മൊത്തം സംസാരിച്ച് വീട്ടിലേക്ക് എല്ലാ ദിവസവും നൈറ്റ് ഷിഫ്റ്റ് വർക്ക് ചെയ്യല്ലേ. ബോറടിയാണ്. നൈറ്റ് പണിയൊന്നുമില്ല. നേരെ അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ബില്ല് വന്നു. ഫോണിന്റെ ബില്ല് വന്നപ്പോഴാണ് നമ്മൾ അറിയണത്. അത് ശരിയാണല്ലോ. റിസപ്ഷൻ കാനഡയിലല്ലേ? റിസപ്ഷൻ കാനഡ, വിളിക്കുന്നത് ഇന്ത്യ. നമ്മളൊക്കെ അപ്പോഴും അറിയണേ ഇന്റർനാഷണൽ കോളില്ല. ആർക്ക്? ഇന്റർനാഷണൽ കോളിന്റെ അവർക്ക് പാക്കേജ്. അപ്പൊ അത് പറയാം. ഞാൻ അറിയണില്ലല്ലോ ഇതിങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. പുള്ളി ഇങ്ങനെ ആദ്യം ഇതെന്താണ് ഇങ്ങനെ എന്തോ കംപ്ലൈന്റ് ഒക്കെ എന്തോ പുള്ളി എന്താണ് ഇങ്ങനെ ബില്ല് വന്ന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, ഇത് കറക്റ്റ് അല്ലല്ലോ, ഇത് ആരാണ്. അപ്പൊ കഴിഞ്ഞാൽ മിസ്റ്റേക്ക് ഒക്കെ പറ്റിയതായിരിക്കും. അങ്ങനെ ഒരു ആദ്യത്തെ ഒരു കുറച്ച് ദിവസമാണ്. പിന്നെ വിളിച്ചു നോക്കിയപ്പം ഇന്റർനാഷണൽ കോൾ പോയതാ. ആര് പറഞ്ഞു? അല്ല, പുള്ളി അവിടെ കസ്റ്റമർ സർവീസിലൊക്കെ വിളിച്ച് എന്തിനാണ്. അതിന്റെ അപ്പോഴൊന്നും എനിക്ക് എത്ര എമൗണ്ട് എന്ന് അറിയില്ല. ഏതാണ്ട് $2000 കറക്റ്റ് എമൗണ്ട് എനിക്ക് 1000-2000 അത് 2 ബില്ല് വന്നു കേട്ടോ. ഒരെണ്ണം വന്ന് പുള്ളി അങ്ങനെ അത് മറന്നു, തിരക്കായി പോയി. അത് ചോദിച്ചില്ലേ?
അതിങ്ങനെ ഇടയിൽ കൂടി തന്നെ നടപ്പുണ്ട്. പക്ഷെ അത് പറഞ്ഞില്ലേ? അല്ല, എന്റെ അടുത്ത് ഞാൻ ഓർക്കണില്ല, ഞാൻ വീട്ടിലേക്ക് വിളിച്ചാണെന്ന് ആരും ഓർക്കണേ. അത് പറഞ്ഞില്ല അപ്പോ? ഇല്ല, എനിക്കറിയില്ലല്ലോ ഞാൻ വീട്ടിലേക്ക് വിളിച്ചു തന്നെയാണോന്ന്. ഓ അപ്പൊ ഞാൻ അങ്ങനെ ഞാനൊന്നും പറയാൻ ചാൻസ് ഇല്ല. ഞാൻ അപ്പോഴും പുള്ളി എന്റെ അടുത്ത് പറയണില്ല ഇന്റർനാഷണൽ കോൾ വിളിച്ചിട്ട് ഇത്രയും കാശ് വന്നേക്കണേന്ന്. എന്തിനാന്ന് മനസ്സിലാവില്ല. അതെ, ബില്ല് കൂടുതൽ വന്നേക്കണെന്ന് പറയണുള്ളൂ, നമ്മളെ ശ്രദ്ധിക്കണില്ല. അപ്പൊ വീണ്ടും അങ്ങനെ കണ്ടിന്യൂ അതെ, വീണ്ടും ഇതേപോലെ തന്നെ വിത്ത് ഫണ്ട് അതിന്റെ വീണ്ടും വന്നു. അത് കഴിഞ്ഞിട്ട് പുള്ളി അപ്പൊ പിന്നെ ഇതെടുത്ത് അതുകൊണ്ട് ഷീറ്റ് എടുത്ത് പുള്ളി പ്രിന്റ് ഔട്ട് ചെയ്ത് അവരുടെ ചോദിച്ച ഡീറ്റെയിൽഡ്. എന്താണ് സംഭവം അറിയാൻ കറക്റ്റ് ആയിട്ട് ഇത് അപ്പന്റെ ഫോൺ നമ്പർ കറക്റ്റ് ആയിട്ട് ഒരു ഇതാരെ നമ്പർ അത് ഞാനപ്പോ ഇങ്ങനെ നോക്കണ്ടു. അപ്പോഴെനിക്ക് മനസ്സിലായ ലോട്ടറി അടിച്ച്. എന്റെ മനസ്സിൽ കൂടി അപ്പൊ പറയണം സെമിസ്റ്റർ ഫീസ് പോയി തെണ്ടിയനെ കൊണ്ട് ഇനി ഒരു 6 മാസം കൊണ്ട് കാശ് കൊടുക്കാൻ പണിയെടുപ്പിക്കും. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ഞാൻ പറഞ്ഞോ. അത് കഴിഞ്ഞിട്ട് പുള്ളിയാണ് ചോദിച്ച് ബച്ചാ ഡു യു നോ ഹൂസ് നമ്പർ ഇസ് ദിസ് നോക്ക്. പിന്നെ അതിനകത്ത് ടൈം എഴുതി വെച്ചിട്ടുണ്ടല്ലോ, രാത്രി 1:30-2 മണിക്ക് വിളിക്കും. നമ്മളാണല്ലോ ആ സമയത്ത് ഡ്യൂട്ടിയില്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ തന്നെ ആൻസർ. പുള്ളി ഇങ്ങനെ നോക്കിട്ടോ ഞാൻ തീർന്നു, എല്ലാം വെട്ടിക്കെട്ട് തീർന്നു. ഞാൻ പറഞ്ഞു അതെ ഐ ആം വെരി സോറി, എനിക്ക് ഒന്നും എനിക്ക് അറിയില്ല. ഞാൻ അവിടെ കാണാൻ കരുതി അറിയില്ലല്ലോ, 19 വയസ്സല്ലേ ഉള്ളൂ, നമുക്ക് എന്തിട്ട് വഴക്കറിയാനാ. പുള്ളി ഇങ്ങനെയൊക്കെ കാണിച്ച് ഞാൻ തീർന്നു, പണി പോയി എന്തായാലും. ഞാൻ ഇച്ചൊക്കെ വെച്ചാ ഇങ്ങനെ പറഞ്ഞ് 2 വാക്കിൽ പുള്ളി നിർത്തി. ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കുറച്ച് കാശ് അങ്ങനെയൊക്കെ എന്തൊക്കെയോ കൊടുത്തു തോന്നുന്നു, പക്ഷെ പുള്ളി തള്ളിക്കളഞ്ഞത് മാക്സിമം ആണ്. രക്ഷപ്പെട്ടു, ഒഴിവാക്കി. ജോലിയും പോയില്ല, രക്ഷപ്പെട്ട് കണ്ടിന്യൂ. പിന്നെ 150 മണിക്കൂർ ഒരാഴ്ച വർക്ക് ചെയ്യുന്ന ഒരു പണിക്കാരൻ അങ്ങനെ അവിടെ കിട്ടും. അത് ശരിയാ. അതും $6000 ഒരു മാസം കൊടുത്താൽ മതി. അല്ല 2 മാസം കൊണ്ട് $6000 $3000 ചെലവുള്ളൂ പുള്ളിക്ക് ഒരു മാസം. പുള്ളി അത് എനിക്ക് തോന്നുന്നു പുള്ളി ബിസിനസ് ചെയ്ത് ചിന്തിച്ച് മറ്റേ രീതി ചിന്തിച്ച് എന്നെ കൊണ്ട് $4000 രൂപ കിട്ടും. എനിക്ക് അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി, എനിക്ക് അന്ന് പുള്ളിനെ കണ്ടപ്പോ ഒരു മാലാക ദൈവത്തിനെ കുറിച്ച് എനിക്ക് ആ സെറ്റപ്പ് എനിക്ക് തോന്നിയത്. ഓ വാട്ടൻ അങ്കിൾ, അങ്ങനെ ഞാൻ അങ്ങനെ വിചാരിച്ചത്. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായത് ഇങ്ങേരെ ബുദ്ധിമാനാണ്. അത് കണ്ട് പണിയുടെ ഇത് കൂടിയായിരുന്നു, കാഠിന്യം കൂടിയായിരുന്നു. ഉറപ്പായിട്ടും പണിയെടുക്കുമല്ലോ, കാരണം നമ്മൾ അതുകൊണ്ട് പണിയെടുക്കുന്നു. പക്ഷെ ഫുള്ളി ഫുഡ് സമാധാനം തന്നെ അല്ല, പണി ഇച്ചിരി കൂടി നമ്മളെ ശ്രദ്ധിക്കണില്ല. പിന്നെ നമ്മുടെ ഉള്ളിൽ ഗിൽറ്റ് കിടപ്പുണ്ടല്ലോ, ഇപ്പൊ $4000 ഗിൽറ്റ് കിടപ്പുണ്ട്. $4000 എന്റെ അക്കൗണ്ടിൽ ഞാൻ അതുവരെ $1000 എന്റെ അക്കൗണ്ടിൽ തികച്ച് കണ്ടിട്ടില്ല. അവിടെയാണ് $4000 ബില്ല് വന്നേക്കണത്. അപ്പൊ ഞാനപ്പോഴാണ് ഇങ്ങനെ ഭയങ്കര റിച്ച് ആയിരിക്കൂലേ, മില്യണിയർ ആയിരിക്കും. $4000 ആയിട്ട് ബോധറല്ല. നമ്മളെയൊക്കെ വെറുതെ നമ്മളെ പേടിപ്പിച്ചു കളഞ്ഞു. ചില ടൈമില് നിശബ്ദത നമ്മളെ പേടിപ്പിക്കും, അത് ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. പക്ഷെ അതിനൊന്നും പുള്ളി ഇങ്ങനെയൊക്കെ പോലെ ആവണം. പക്ഷെ അങ്ങനെ പോലും ചെയ്യില്ല, ഇത്ര എച്ചിയായിട്ടൊരു മനുഷ്യനുണ്ടല്ലോ ഞാൻ കണ്ടിട്ടില്ല. എന്നെ ഇപ്പൊ ആലോചിക്കുമ്പോൾ $5 എന്നെ പണിയെടുപ്പിച്ചിട്ടുണ്ടല്ലോ. പക്ഷെ എന്നാലും അന്ന് എനിക്ക് പണി തന്നതും ഈ സെമിസ്റ്റർ ഫീസൊക്കെ എനിക്ക് സേവ് ചെയ്യാൻ പറ്റിയതും പാസ്സായി പോകുന്നൊക്കെ ഇങ്ങേര് കാരണമാണ്. ഇങ്ങേര് തന്നെയാണ് എനിക്ക് ഫസ്റ്റ് കാർ തന്നത്. പുള്ള പഴയ ഹോണ്ട കോഡ് തന്നത് എനിക്ക് ആ കാർ തന്നായിരുന്നു. ഞാൻ അത് കഴിഞ്ഞിട്ട് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യണേ, നമ്മള് അവിടുത്തെ സീസൺ കഴിഞ്ഞു. അവിടുത്തെ സീസൺ കഴിഞ്ഞ സ്മൂത്ത് ആയിട്ട് പോയി. പുള്ളി നല്ല കാശുണ്ടാക്കി ആ വർഷം, ഏറ്റവും കൂടുതൽ കാശുണ്ടാക്കിയത് ആ വർഷം. ഞാനാണെങ്കിൽ അപ്പോഴാണ് സെയിൽസ് പഠിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ തന്നെ പിസ്സ സ്റ്റോർ ഉണ്ട്. പുള്ളിക്കാരന് അഫ്ഗാൻ റെസ്റ്റോറന്റ് ഉണ്ട്, പിസ്സ ഉണ്ട്, മോട്ടൽ ഉണ്ട്, മൂവിംഗ് കമ്പനി ഉണ്ട്, കുറെ പരിപാടി ഉണ്ട്, ട്രക്ക് ഉണ്ട്. ഒറ്റയ്ക്ക് അതെല്ലാം ചെയ്യുന്നത് പുള്ളിക്കാരാണ് എല്ലാം ആദ്യം തുടങ്ങിയത്. അതിന്റെ പുള്ളിക്കാരന് അനിയന്മാരുണ്ട്. അനിയന്മാരെയൊക്കെ ഓരോ സ്ഥലത്ത് വെച്ച്, ഫാമിലി അല്ല, പുള്ളി ഓണർ, അനിയന്മാരെല്ലാം പണിക്കാരുണ്ട്. അവർക്ക് ഓരോ ഷെയർ കൊടുക്കും അതിന് എല്ലാ അനിയന്മാർക്കും. അപ്പൊ എന്നിട്ട് എന്നെ പിസ്സ കടയിൽ കൊണ്ടാക്കി. പുള്ളി തന്നെ പുള്ളിയുടെ കാറിൽ എനിക്ക് ലൈസൻസ് ഒക്കെ എടുക്കാനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്ത്. ആ ലൈസൻസ് എടുക്കാൻ 3ാമത്തെ പ്രാവശ്യം ലൈസൻസ് പാസ്സാവണത്. ഫസ്റ്റത്തെ പോകുമ്പോ വണ്ടിയുടെ ഒരു ലൈറ്റ് വർക്ക് ചെയ്യണില്ല, അപ്പൊ ഓട്ടോമാറ്റിക് ഫെയിൽ ആണ്. 2ാമത്തതും അങ്ങനെ എന്തോ സെറ്റപ്പ്.
അപ്പൊ ഒന്നീ പഴിച്ച മൂന്നാമത്തെ ശരിയായി. ശരി. ഇവിടുത്തെ പക്ഷെ ഡ്രൈവിങ്ങിനെ കുറിച്ച് സംസാരിച്ചേ, അതായത് അടിപൊളിയാ. അതായത് ലൈക് നാട്ടിലത്തെ പോലൊന്നും അല്ല, ലൈക് ഒരു സിസ്റ്റമാറ്റിക് ആണ്. ഇപ്പൊ നമ്മൾക്കിപ്പം ആദ്യമേ നമ്മൾ ഡ്രൈവിംഗ് പഠിക്കും, സ്വന്തമായിട്ട് പഠിക്കും, അല്ലെങ്കിൽ ഒരാളുടെ കീഴിൽ നമ്മൾ പോയി പഠിക്കും. ഇപ്പൊ ഇവിടെ നമുക്ക് ആൾക്കാരുണ്ടല്ലോ, അവരുടെ അടിയിൽ നമ്മൾ പോയി പഠിക്കുന്നു. എന്നിട്ട് നമ്മള് ടെസ്റ്റിന് പോകുന്നു. നമ്മുടെ ആരുടെയും വണ്ടി അല്ലെങ്കിൽ കൂട്ടുകാരുടെ ആരുടെയും വണ്ടി ആയിരിക്കും. ആ വണ്ടി ആദ്യമേ അവർ ചെക്ക് ചെയ്യാൻ പോകുന്നത് ലൈക്ക് ലൈസൻസ് ഉണ്ടോ, ഇൻഷുറൻസ് ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവർ ചെക്ക് ചെയ്യുന്നു. പിന്നെ നമ്മൾ വണ്ടിക്കകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ലൈറ്റ് കത്തുന്നുണ്ടോ, ഫ്രണ്ട് ലൈറ്റ് കത്തുന്നുണ്ടോ, ബാക്കിലത്തെ ബ്രേക്ക് ലൈറ്റ് കത്തുന്നുണ്ടോ, പിന്നെ ഹാൻഡ് ബ്രേക്ക് വർക്കിംഗ് ആണോ, ഇതെല്ലാം നമ്മളെ കൊണ്ട് അവിടെ ഇരുത്തി ചെയ്യിപ്പിക്കും. ലൈക്ക് ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ ഓക്കെ ലെറ്റ്സ് ഗോ ടു റോഡ് ടെസ്റ്റ് കൊണ്ടുപോകും. റോഡിലോട്ട് ഇറക്കി നമ്മുടെ സൈഡിൽ പുള്ളിക്കാരൻ കാണും. പുള്ളിക്കാരൻ എന്നിട്ട് മറ്റേ ചോദ്യങ്ങളൊക്കെ ഇടയ്ക്ക് ചോദിക്കും. മറ്റേ ലെഫ്റ്റിൽ പോകാനായിട്ട് കൈ എങ്ങോട്ടാന്ന് കിട്ടുന്നത്, കൈ സിഗ്നലും കാര്യങ്ങളൊക്കെ എങ്ങോട്ടാന്നൊക്കെ ഉള്ളത്. ഇതിലേക്ക് എനിക്കറിയാവുന്നൊരു കൂട്ടുകാരനുണ്ട്. ലൈക്ക് അവന് മൂന്നാമത്തെ നാലാമത്തെ വട്ടം കണ്ടാ അവൻ പാസ്സായത്. എല്ലാ വട്ടം റോഡ് ടെസ്റ്റിന് പോകുന്നേ. അവൻ റോഡിൽ പോണ ദിവസം പറയണോട്ടോ, ഇവിടുത്തെ റോഡിൽ നാലാമത്തില് പാസ്സാവണമെന്ന് പറഞ്ഞാലേ ലൈക്ക് അതെങ്ങനെയാ, ലൈക്ക് അവിടെ കൊണ്ട നിർത്തിയിട്ട് മറ്റേ സിഗ്നലില്ലേ, ലൈക്ക് പച്ച വന്ന് പോണില്ല, ഇങ്ങനെ നോക്കിയിരിക്കുക. അത് കഴിഞ്ഞിട്ട് ഓറഞ്ച് ആയി, അത് ചുമലയായി, അവിടെ തന്നെ നിന്ന്. എന്നിട്ട് വീണ്ടും പച്ച വന്ന്, എന്നിട്ട് പോണില്ല, പോടാ, ഇങ്ങനൊക്കെ പറഞ്ഞ് എങ്ങനെ പാസ്സാവുന്നത്? ഈ സെറ്റപ്പാണ്. പക്ഷെ കൊള്ളാം, നമ്മുടെ നാട്ടിലത്തെ പോലത്തെ ഒരു സെറ്റപ്പ് അല്ല. എന്നാലും ഇവിടെ ശരിക്കും എളുപ്പത്തിൽ പാസ്സാവാം. ഇവിടെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നാട്ടിൽ പോയി ഓടിക്കാൻ പറ്റില്ല. നാട്ടിൽ പഠിക്കണം, നാട്ടിൽ കൈ കളിഞ്ഞാലേ നാട്ടിൽ തന്നെ ഓടിക്കാൻ പറ്റുള്ളൂ. ശരിയാ. ഭയങ്കര പേടിയാ. ഇവിടെ ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ പോയി ഓടിക്കാന്ന് പറഞ്ഞാൽ ഒരു പേടിയാ. ഒരു സിമ്പിൾ ഇത് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് വണ്ടി ഓടിച്ചിട്ട് പോവാണ്, നമുക്ക് രണ്ട് ലൈൻ ഉണ്ട്. നമ്മൾ സ്റ്റോപ്പ് സൈനിൽ ഇവിടെ കൊണ്ടുവരുത്തുമ്പോ അവിടെ രണ്ട് ലൈനുള്ളൂ. നേരെ നാട്ടില് 2 വേ ലൈനാണ് പോകുന്നത്. നാട്ടിൽ നിന്ന് സ്റ്റോപ്പ് സൈഡിലേക്ക് 2 വേ എന്ന് പറഞ്ഞ 8 ലൈനായി മാറുള്ളൂ. എനിക്ക് മനസ്സിലായി. ഇവിടെ വണ്ടി അവിടെ വാക്കുവേലും ഒരു വണ്ടി ഉണ്ടാവും. ഇപ്പൊ നമ്മളിപ്പോ ഒരു കാറ് നമ്മള് ഇവിടുത്തെ ആണെങ്കിൽ ഒരു കാർ ഇവിടെ ഇടിച്ചിരിക്കുകയാണെങ്കിൽ ബാക്കിലായിരിക്കും ബൈക്ക് എടുക്കുക. ആ ബൈക്കിന്റെ സൈഡിലോ അപ്പുറത്തോ വേറെ ഒന്നുമില്ല. അത് കഴിഞ്ഞാൽ അതിന്റെ ബാക്കിലായിരിക്കും കാർ വരിക. ഇടിച്ചു കുത്തൽ സാധനം ഇല്ല. ഇപ്പൊ ഇച്ചിരി കൂടുന്നുണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ ആളാണ് വന്നത്. ഇച്ചിരി കൂടുതലാ. ഇവിടുത്തെ ആളുകൾ ഈ നാട് വിട്ട് മാറിക്കൊണ്ടിരിക്കുക. ഭയങ്കര കുത്തിക്കയറ്റല്ലോ ഇപ്പം. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ വഴി കൂടെ പോകുമ്പോഴത്തേക്ക് ആൾക്കാർ ഇടിച്ചു കുത്തിക്കയറ്റി വരുന്നുണ്ടോ? അതെ. ഇതില്ലേ ഇപ്പൊ എന്റെ നേഗ്രയിലുള്ള കഥ പറഞ്ഞു. പിന്നെ നീ സിഡ്നിയിൽ വന്നിട്ട് എന്താണ് ചെയ്ത വേറെ ജോലികൾ? നമ്മൾ മറ്റേ ബർഗർ കിങ് ഫേമസ് ആയല്ലോ ജോലി. ബർഗർ കിങ്ങിലായിരുന്നു നമ്മുടെ ആദ്യത്തെ ജോലി. അതെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറയാനായിട്ടായിരുന്നെങ്കിൽ പിന്നെ ഞാൻ കോൾ സെന്റർ ജീവിതങ്ങളായിരുന്നു എനിക്ക്. പിന്നെ ഞാൻ മറ്റേ ബർഗർ കിങ്ങിൽ നിന്ന് മറ്റേ അടി ഉണ്ടാക്കി നിർത്തി ഞാൻ ടൊറന്റോയ്ക്ക് പോയി. എന്നിട്ട് ടൊറന്റോ എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്ന് ഒരു 10 ദിവസം മാക്സിമം 10-15 ദിവസം കണ്ടേ ഞാൻ ടൊറന്റോയിൽ നിന്നുള്ളൂ. പിന്നെ ഞാൻ ഇങ്ങനെ തിരിച്ചു വന്ന് അവിടുത്തെ ആ ഒരു വൈബ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഭയങ്കര തിരക്കാ. എന്നിട്ട് ഞാൻ തിരിച്ചു വന്ന് നേരെ ഒരു കോൾ സെന്റർ ഉണ്ടായിരുന്നു. അപ്പം ബർഗർ കിങ്ങിന്ന് പരിചയമുള്ള ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. ലൈക്ക് ഇടയ്ക്കിടയ്ക്ക് മറ്റേ അവിടെ വന്ന് ബർഗർ കഴിയുമ്പോൾ ഞാൻ സൂപ്പിച്ച് വിടുന്ന ഒരു പുള്ളിക്കാരിയാ. പുള്ളിക്കാരി വഴി റെഫറലില് എനിക്ക് കോൾ സെന്ററിൽ ജീവിതം കിട്ടി. അപ്പൊ അവിടുന്ന് ഞാൻ പിന്നെ കോൾ സെന്റർ ലൈഫ് തുടങ്ങി ഒരു 5-6 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുന്ന് ഞാൻ വീണ്ടും ചാടി. ആ ഒരു സമയം ആയപ്പോഴത്തേക്ക് ഞാൻ വന്ന് ഒരു ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോഴത്തേക്ക് ലൈക്ക് എല്ലാം ഭയങ്കര വിഷയമായി മാറി. ലൈക്ക് ഇവിടെ ഫുള്ള് കോവിഡ്, ലൈക്ക് എല്ലാം അടച്ചിടുന്നു, ജോലിയില്ല, ജോലി പോകുന്നു. ആ ഒരു സെറ്റപ്പിലേക്കാണ് എന്റെ ജീവിതം ലൈക്ക് ഒരു ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ മാറിയത്. ആ ഒരു തുടക്ക സമയത്ത് മാത്രമേ ഉള്ളായിരുന്നു ഇതിൽ ആവശ്യമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ജോലിയൊന്നും ഇല്ലായിരുന്നു. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഗവൺമെന്റ് ഉള്ള കാരണം $2000 മാസം അത് കാരണം അങ്ങനെയാണ് ഞാൻ ജീവിച്ചു പോയത്. ഒരു എത്ര രൂപ അതെല്ലാം പക്ഷെ തിരിച്ചു വാങ്ങിച്ചു കേട്ടോ. 8 വട്ടോ 7 വട്ടോ ആണ്ട് ഞാൻ വാങ്ങിച്ചായിരുന്നു. പക്ഷെ അത് ജോലിക്ക് ഇരിക്കുമ്പോഴല്ലേ നീ മേടിച്ചത്? ഇല്ല, ഇത് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ ജോലി രാജിവെച്ചായിരുന്നു. ബുദ്ധിമാൻ. ഇല്ല, അത് കാരണം തിരിച്ചു കൊടുക്കേണ്ടി വന്നേ. അത് ശരിയാണ്. പക്ഷെ ആ ടൈമില്
നമ്മൾ ചിന്തിക്കണ അങ്ങനെയുള്ളൂ. ഇവിടെ പോയി 40 മണിക്കൂർ വർക്ക് ചെയ്ത ടാക്സ് എല്ലാം കഴിഞ്ഞാൽ എനിക്ക് കിട്ടണ ഈ കാശ് സത്യം അങ്ങനെ ചിന്തിച്ചിട്ടാ വീട്ടില് വെറുതെ സിനിമ ഉണ്ടെങ്കിൽ ഈ കാശ് കിട്ടും. ഞാനത് തന്നെ ചെയ്തേ. ലൈക്ക് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ലൈക്ക് നമുക്ക് 40 മണിക്കൂറൊന്നും ഇല്ല, 20 മണിക്കൂർ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ശരിയാണ്, ഒട്ടും കിട്ടത്തില്ല. അതേസമയം ഗവൺമെന്റ് തരുന്നത് പണിക്ക്. അതെ, അത് ഗവൺമെന്റ് ആണ് ഇവിടെ ആളെ ചെയ്താക്കുന്നത്, അങ്ങനെ പറയാൻ പറ്റും. അപ്പൊ അത് വെച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് മറ്റേ Cloud5 എന്നൊക്കെ പറഞ്ഞ ഒരു കമ്പനിയിൽ ലൈക്ക് ഫുൾ കോൾ സെന്ററുകളായിരുന്നു. ബാക്ക് ആൻഡ് ബാക്ക് കോൾ സെന്ററുകളിൽ കയറിയുള്ള ജീവിതമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പഠിത്തം ലൈക്ക് ഫുള്ള് കോവിഡ് ആയ കാരണം ക്ലാസ്സിലൊന്നും പോകണ്ട, ലൈക്ക് ഫുൾ ഒരു ഓൺലൈൻ. എന്താ ചെയ്യേണ്ടെന്ന് അറിയത്തില്ലായിരുന്നു ആൾക്കാർക്ക്. ലൈക്ക് ഫുൾ ലൈക്ക് പെട്ടെന്ന് എല്ലാം സ്റ്റോപ്പ് അടിച്ച് ലൈക്ക് ഓരോ കടയില്ല, ലൈക്ക് ഇപ്പൊ കഴിക്കാൻ പോലും പോകണമെങ്കിൽ സാധനങ്ങളും ഇല്ല. ലൈക്ക് ആ ഒരു സമയത്തൊക്കെ ഓർക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഇപ്പൊ വാൾമാർട്ടിലൊക്കെ പോയ സാധനങ്ങളില്ല, ലൈക്ക് എല്ലാം തീർന്ന് അമ്മാതിരി അവസ്ഥയിൽ നിൽക്കണ്. പിന്നെ ലൈക്ക് എന്താ പറയാ, ലൈക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിക്കാന്നുള്ള ഒരു രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിക്കാം, അതൊക്കെ തന്നെയാണ് ചെയ്തോണ്ടിരുന്നത്. പിന്നെ പഠിത്തം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നേരെ സിഡ്നി കോൾ സെന്ററിൽ കയറി. അവിടെയും കോൾ സെന്റർ ജീവിതം. ലൈക്ക് ഞാൻ എത്ര കോൾ സെന്ററിൽ ചെയ്തു, 1, 2, 3, പിന്നെ ഇവിടെ വന്നിട്ട് പിന്നെ TD 4 കോൾ സെന്ററിൽ ഞാൻ ഇങ്ങനെ മാറി മാറി ഒരു 1.5-2 കൊല്ലത്തില് ഞാൻ വർക്ക് ചെയ്ത്. എന്നിട്ട് ഞാൻ PR കിട്ടിയപ്പോഴത്തേക്ക് നൈസായിട്ട് ഹാലിഫാക്സിലേക്ക് ഞാൻ ഇങ്ങനെ മൂവ് ചെയ്ത്. ആ മൂവ് ചെയ്യുന്ന കഥയോ, സിഡ്നിന്ന് എനിക്ക് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം സിഡ്നി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഭയങ്കര ചെറിയ ഗ്രാമമാണ്, ഭയങ്കര സമാധാനമാണ്. ലൈക്ക് പുറത്തോടെ നടന്നാൽ അവിടുത്തെ അപ്പച്ചന്മാരും അമ്മച്ചമാരെല്ലാം ഹായ്, ലൈക്ക് ഫുള്ള് കമ്പനിയാ. ലൈക്ക് ഭയങ്കര ലൈക്ക് ഇവിടുത്തെ പുറത്തോട്ട് നടന്നാൽ ഒരുത്തരം മൈൻഡ് പോലും ചെയ്തില്ല. ഇവിടെ നിന്ന് ഒരുത്തരം മൈൻഡ് ചെയ്തില്ല. അതേസമയം അതിലേക്കൂടെ നടക്കുവാണെങ്കിൽ എല്ലാവർക്കും ഭയങ്കര സ്നേഹ, എന്നാ ഉണ്ട് സുഖം. ഞാൻ ഫസ്റ്റ് നിന്റെ ഒപ്പം സിഡ്നിയിൽ പോയപ്പോ നമ്മൾ നടക്കുമ്പോ അപ്പച്ചമ്മ കാരണം ഫുള്ള് റിട്ടയർമെന്റ് സെറ്റപ്പാണ്. ലൈക്ക് എല്ലാവർക്കും ഒരു 10-60 ഒക്കെ റിട്ടയർ ചെയ്ത് സ്വസ്ഥം സമാധാനമായിട്ട് ജീവിക്കുന്ന സ്ഥലം. അപ്പൊ അവിടെയൊക്കെ കുറെ നാള് ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് പോരാൻ തോന്നത്തില്ല. അതായിരുന്നു എനിക്കും പറ്റിയേ. ഞാൻ ഹാലിഫാക്സിൽ 3 വട്ടം ഞാൻ മൂവ് ചെയ്യാൻ ശ്രമിച്ചു. 4ാമത്തെ വട്ടമാണ് ഞാൻ രക്ഷപ്പെട്ടെ. ആദ്യത്തെ 2 വട്ടം ഞാൻ മൂവ് ചെയ്തു. ലൈക്ക് എന്നിട്ട് ഇവിടെ വന്ന് തപ്പാന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടുകാരന്റെ വീട്ടിലൊക്കെ സെറ്റപ്പ് നിന്നു. അത് കഴിഞ്ഞ് 3ാമത്തെ വട്ടം ഞാനൊരു അപ്പാർട്ട്മെന്റ് എടുത്ത് ലൈക്ക് ഓൾറെഡി പൈസയൊക്കെ കൊടുത്ത് ഞാൻ ഇങ്ങ് മൂവ് ചെയ്ത്. അണ്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മറ്റേ എവിടെ ബാരിങ്ടൺ സ്ട്രീറ്റിലാ മറ്റേ വലിയ കുറച്ച് മൂട്ടക്കൊട്ടാരം ആണോ, അതിനകത്ത് അവിടെ മൂട്ടയല്ലായിരുന്നു. ലൈക്ക് മറ്റേ ഇത്ര ചെറിയ മറ്റേ പാറ്റയില്ലേ, കോക്രോച്ച്, ലൈക്ക് അതുകൊണ്ട് മൂട്ടയുണ്ട് അവിടെ. ലൈക്ക് ഞാനൊരു 2 ദിവസം നിന്നുള്ളൂ. 2 ദിവസം നിന്നപ്പോഴത്തേക്ക് അളിയാ എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഞാൻ തിരിച്ചു പോന്ന്. ലൈക്ക് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യാനായിട്ട്. പിന്നെ ലൈക്ക് അത് കഴിഞ്ഞിട്ട് ഇവളെ കണ്ടു, ലൈക്ക് ഇവളെ പരിചയപ്പെട്ട് ലൈക്ക് ഞങ്ങൾ സെറ്റിലായി. അവിടെ കുറച്ച് നാൾ നിന്ന് പിന്നെ TD ഇൻഷുറൻസിൽ ജോലി കിട്ടിയപ്പോഴത്തേക്ക് നൈസായിട്ട് ഇങ്ങോട്ട് ചാടി. അതെ അതെ, ലൈക്ക് സ്വീറ്റ് ആൻഡ് അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ്. അതെ, റിലേഷൻഷിപ്പ് ഹാലിഫാക്സ് ആണോ റിലേഷൻഷിപ്പ് ആണ് കൊണ്ടുവന്നത്. ഞാൻ മറ്റേ വന്ന ദിവസം കരച്ചിലായിരുന്നേ. സ്കൂളിൽ കൊണ്ടാക്കിയ അവസ്ഥയാണ് അത്. കാരണം ആ സമയത്ത് പറ്റണില്ലായിരുന്നു ഇങ്ങോട്ട് വരികയെന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുന്ന ഒരു കേസില്ല. കാരണം ഞങ്ങൾ അവിടെ നിന്ന് നോക്കുമ്പോൾ ഹാലിഫാക്സിൽ അമ്പരചുംബികളായ കെട്ടിടങ്ങൾ, ഭയങ്കര തിരക്ക്. ലൈക്ക് കാരണം നമ്മൾ ഇങ്ങോട്ട് വരുന്ന എന്തിനൊക്കെയാ, നമ്മുടെ ഗ്രോസറിക്ക് വേണ്ടി വരും. കാരണം അവിടെ ഇന്ത്യൻ ഗ്രോസറി ഒന്നും കിട്ടത്തില്ല. ഇന്ത്യൻ ഗ്രോസറി ഇല്ല, ലൈക്ക് ഇന്ത്യൻ ഫുഡ് കഴിക്കാനുള്ള യാതൊരു സെറ്റപ്പും ഇല്ല ആ സമയത്ത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ആകെ ഒരെണ്ണേ ഉള്ളായിരുന്നു, ഞങ്ങളെ മറ്റേ ആ റൂബി സ്ട്രീറ്റിലുള്ള ഒരെണ്ണം. അതായിരുന്നു ആകെ ഉണ്ടായിരുന്ന. അത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ചറവറ ഇഷ്ടം പോലെ ഇന്ത്യൻ ഗ്രോസറി ഇന്ത്യൻ ഗ്രോസറി കണ്ടാണ് വിളിച്ചോണ്ടിരുന്നത്. അപ്പൊ അവിടെയാണ് നമ്മൾ ആദ്യം വന്നോണ്ടിരുന്നത്. അപ്പൊ അതിനൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്ക് ലൈക്ക് വണ്ടി ഓടിക്കാൻ പേടിയാ ഇവിടെ ഹാലിഫാക്സിൽ. ഭയങ്കര തിരക്കാ. സിഡ്നി വെച്ച് അപേക്ഷിച്ച് ഭയങ്കര തിരക്കാ ഇവിടെ. ലൈക്ക് നമ്മളിപ്പോ ഹൈവേ പോവാണെങ്കിൽ ഏതെങ്കിലും ഒരു എക്സിറ്റ് തെറ്റിയാ പിന്നെ പെട്ട് അതൊരെണ്ണം മിസ്സായാൽ പിന്നെ കറങ്ങി എത്ര കിലോമീറ്റർ കഴിഞ്ഞിട്ട് വേണം തിരിച്ചു വരാൻ. ലൈക്ക് ഭയങ്കര ഒരു വല്ലാത്തൊരു ടൊറന്റോയിലേക്ക് വന്ന അവസ്ഥയായിരുന്നു. ടൊറന്റോയിൽ വന്ന അവസ്ഥയായിരുന്നു എനിക്ക് സിഡ്നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക്. അപ്പൊ ഇങ്ങോട്ട് മൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ പറ്റുന്നില്ലായിരുന്നു. പക്ഷെ കൊള്ളാം, ഇപ്പൊ ഹാലിഫാക്സ് ഇസ് ജീവൻ. ജീവൻ. പക്ഷെ സിഡ്നി സ്നേഹമില്ലേ ഇപ്പോഴും. പിന്നെ സിഡ്നിയാണ് ഞാൻ മറ്റേ
എന്തോ ഞാൻ പറയരുത്, മദർ ടൗണോ ലൈക്ക് എന്തോ ഞാൻ പേര് ചുമ്മാ വെറുതെ അടിച്ചു വിടുമായിരുന്നു. പക്ഷെ സിഡ്നി ഈസ് ബ്യൂട്ടിഫുൾ. അതെ, അങ്ങനെ സിഡ്നിയിൽ വന്നു. ഞാൻ നേരെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ റീസൺ ഒന്നുമില്ല, PR കിട്ടാൻ വേണ്ടി വന്നത്. നമ്മുടെ നയാഗ്രയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് കാരണം നമ്മുടെ കൂട്ടുകാരൻ 2000 കിലോമീറ്റർ കണ്ടില്ലേ? ഉണ്ട്. 2 പ്രാവശ്യം കൂടെ ഞാൻ പോയായിരുന്നു ആ കാറിന്. ആദ്യത്തെ പ്രാവശ്യം വന്നത് നമ്മുടെ കൂട്ടുകാരനുണ്ട് ഇവിടെ. അപ്പൊ അവനെ ഇങ്ങനെ ഇടയ്ക്കിടെ ഇങ്ങനെ സംസാരിക്കും. ഞങ്ങൾ ആദ്യം കാനഡയിൽ ഒരുമിച്ചാണല്ലോ വന്നേ. അപ്പൊ അവൻ്റെ അടുത്ത് വിളിച്ച് ഇങ്ങനെ സംസാരിച്ചിട്ടിരിക്കണ എല്ലാം PR അവിടെ നിന്ന് കിട്ടും, അവിടെ കിട്ടണ്ടായില്ല. LMAക്ക് അവരെ ബുദ്ധിമുട്ടായിരുന്നു ആ ടൈമില്. ഇവിടെ വെറുതെ കൊടുക്കേണ്ട സാധനം നീ ഇങ്ങോട്ട് ധൈര്യമായിട്ട് വരും. ഇവിടെ ഭയങ്കര എളുപ്പമാണ്, ജോലി അടിക്കുന്ന സാധനം കിട്ടും. പിന്നെ എന്തോക്കാനാ, നമുക്കവിടെ ബാധ്യതകളൊന്നും ഇല്ലല്ലോ. നമുക്കൊരു കാറുണ്ട് എന്ന് വെച്ചാൽ ഇവിടെ. അപ്പൊ നമുക്ക് അന്ന് ആ ടൈമിൽ ഞാൻ പിസയിൽ ജോലിക്ക് കയറിയിട്ട് നമ്മളവിടുത്തെ ഏരിയ മാനേജറൊക്കെ ആയി. അവിടുത്തെ പണി നമ്മളെല്ലാം അടിമപ്പണിയാണല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും അടിമപ്പണി എടുക്കണോണ്ട്. അപ്പൊ അങ്ങനെ ആ പുള്ളിക്ക് വിടാൻ താല്പര്യമില്ല. പക്ഷെ PR കിട്ടാത്തതുകൊണ്ട് നമുക്ക് ഇറങ്ങി പോരേണ്ടി വന്നു. എന്നിട്ട് നേരെ PRന് വേണ്ടിട്ട് ഇങ്ങോട്ട് പോന്നു. നേരെ വണ്ടിയിൽ സാധനങ്ങളെല്ലാം കയറി, അതിനുള്ള സാധനങ്ങളുള്ളൂ. നേരെ സാധനം കയറി നേരെ ഇങ്ങോട്ട് പോന്നു. അടിപൊളി. നേരെ പോയി താമസിക്കണം നമ്മുടെ സ്പ്രൈഫീൽഡിലാണ്. സ്പ്രൈഫീൽഡ് അന്ന് വരുമ്പോൾ സ്പ്രൈഫീൽഡിൽ അധികം ഡെവലപ്മെന്റ് സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല. അന്ന് ഗവൺമെന്റ് ഹൗസിംഗും ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നടന്നിട്ട് സ്ഥലം, ഷെൽട്ടർ ഹോം സെറ്റപ്പ് ഒക്കെ അവിടെ അങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ അന്ന് അവിടെ നിൽക്കുമ്പോ ഫസ്റ്റ് വന്ന് പറഞ്ഞ കാര്യം അതാണ്, ഇവിടെ ഒരു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, രാത്രി ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കാനും മതി, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അവിടെ ഈ കാര്യം ലോ ഇൻകം ആളുണ്ട്, കുറെ അടിപിടി സംഭവങ്ങളൊക്കെ. ഡ്രഗിന്റെ ഞാൻ ഡാർട്ട്മൗത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ആ സ്ഥലത്തും പണ്ട് അങ്ങനെ ഉണ്ടെന്നുള്ളത്. അപ്പൊ നമ്മള് അവിടെ അനുഭവിച്ചതിനേക്കാൾ അറ്റ്ലീസ്റ്റ് ഇവിടെ PR കിട്ടുമല്ലോ. അപ്പൊ അതായിരിക്കും കാര്യം. നമ്മൾ അവിടെ ഉണ്ടായിരുന്നു നിന്നപ്പോ നല്ല PR കിട്ടില്ലായിരുന്നു. പിന്നെ ഈ പിസയിൽ വർക്ക് ചെയ്യുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ. അവിടെ എന്ന് പറയുമ്പോ ജോലി എന്തെങ്കിലുമൊക്കെ കിട്ടും, പക്ഷെ നമുക്ക് കാശുണ്ടാവില്ല കയ്യില്. എത്ര പറഞ്ഞാല് കഷ്ടപ്പാട് ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ കാര്യം, നമ്മളന്ന് മെയിനായിട്ട് പറയുമ്പോ ഒരു 100 രൂപ അക്കൗണ്ടില് ഇരുന്ന് നമ്മ രാജാവാ. 100 രൂപ അക്കൗണ്ടിൽ ഉണ്ടാവില്ല. മന്ദന്റെ ആവുമ്പോ നമ്മൾ എങ്ങനെയെങ്കിലും ഒരു അന്ന് $250 കൊടുത്താൽ മതി. ഇപ്പൊ ഒമാറങ്ങളുടെ മുമ്പ് കയറുന്നതിന് മുമ്പ് നമ്മൾ ചെറിയ പണികൾ അവിടെ ഇവിടെയൊക്കെ ചെയ്തോണ്ടിരുന്നു, പെയിന്റിങ് ജോലി അതിനൊക്കെ പോകുമ്പോ. പിന്നെ ഈ മന്ദന്റെ ആവുമ്പോ $250 കൊടുക്കണ്ട, അതെങ്ങനെയും ഒപ്പിക്കും കൊടുക്കും. ഗ്രോസറി പിടിക്കാൻ വേണ്ടി കാശ് ഉണ്ടാവില്ലല്ലോ. അപ്പൊ ആ ടൈമിൽ നമ്മൾ വരുമ്പോഴാണ് ആകെ നമുക്ക് എപ്പോഴും ഉള്ളത് എന്തെങ്കിലും റൈസ് എപ്പോഴും ഉണ്ടാവും വീട്ടില്. റൈസും ഉണ്ടാവും, കുറെ മസാലപ്പൊടികളും ഉണ്ടാവും. ആകെയുള്ള സംബന്ധിച്ചാൽ നേരെ വെള്ളം ചൂടാക്കും. അപ്പൊ അവിടെ ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ പഴയ തക്കാളിയോ പഴയ എന്തെങ്കിലും. ഇപ്പൊ ഉള്ളി ആണെങ്കിൽ ചിലപ്പോൾ മുളച്ചൊക്കെ വന്നിട്ടുണ്ടാവും, ഇങ്ങനെയൊക്കെ മുളച്ച് ഇങ്ങനെയൊക്കെ വന്നാലും. പക്ഷെ പുള്ളി പുതിയത് പിടിക്കാൻ കാണിച്ചില്ലല്ലോ. നേരെ അത് കെട്ടി ഇതാ പൊളിച്ച സാധനമൊക്കെ എടുത്ത് കളയും. സവാളയൊക്കെ ആണെങ്കിൽ ഇച്ചിരി ചെയ്യാറ് കുഴപ്പമൊന്നുമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം, അത് ഇടും. എന്നിട്ട് എന്തെങ്കിലും മസാല ഉണ്ടെങ്കിൽ അതെടുത്തിട്ടിട്ട് നേരെ അന്നുണ്ടായിരുന്നത് മീൻ മസാല ആയിരുന്നു. മീൻ മസാല ഇട്ട് നേരെ അത് ചൂടാക്കിയപ്പോ മീൻകറിയായി. മീനില്ലാത്ത മീൻകറി. പിന്നെ ചോറുണ്ട്, ചോറിട്ടിട്ട് അത് കഴിക്കുക. മറ്റേ സിനിമയിൽ കഴിക്കണല്ലേ അത് ബർഗറെങ്കിലും വന്നാൽ. പക്ഷെ അന്ന് നമ്മള് ബർഗർ കഴിക്കാനുള്ളൊരു എനിക്ക് മനസ്സിലായി. കാരണം ആ ഒരു സമയമല്ലേ, ലൈക്ക് 12-13 ലൈക്ക് അധികം ലൈക്ക് ഇമിഗ്രൻസ് ഇല്ലല്ലോ. നമുക്ക് ഇപ്പൊ നമുക്കിപ്പോ ആ ടൈമിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോളേജിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഫുഡ് ബാങ്ക് ഉണ്ട്. പക്ഷെ നമുക്ക് നടക്കിടാം. എന്തോ എനിക്ക് കാര്യം ഒന്നാതെ എനിക്ക് അവിടെ പോയി ഇങ്ങനെ ചോദിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. അതൊക്കെ ഫ്രീ ആണ്, പക്ഷെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ. ഞാൻ കഷ്ടപ്പാട് അനുഭവിക്കണം, ഞാൻ തന്നെ അറിഞ്ഞാൽ പോരെ എന്നുള്ള രീതിയിലാണ് ഞാൻ നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ അതെന്ന് പറയുമ്പോൾ ഞാൻ ആലോചിക്കുമ്പോ എന്നെക്കാളും കഷ്ടപ്പാട് അനുഭവിക്കണ കുറെ പേരുണ്ട് അവിടെ. അപ്പൊ അവര് പിന്നെന്ന് പറയുമ്പോൾ ഒരു പ്രാവശ്യം ഞാൻ മേടിച്ചു കഴിഞ്ഞപ്പോ അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ പോയി മേടിച്ചു. വീട്ടിലൊരു സാധനം ഉണ്ടായില്ല. ചെന്നപ്പോ ഈ മറ്റേ ബീൻസ് ഒക്കെ ഉണ്ടല്ലോ, മധുരമുള്ള ബീൻസ് ക്യാനില്. ഇതൊക്കെ എങ്ങനെ കഴിക്കാന്? ഞാൻ പച്ചവെള്ളം കുടിച്ച് ജീവിച്ചോളാം, എനിക്ക് ഈ സാധനം എന്തിനാ കഴിക്കാൻ പറ്റണില്ല. അങ്ങനത്തെ സാധനങ്ങൾ. പിന്നെ നോക്കിക്കഴിഞ്ഞപ്പോ
നമ്മൾക്ക് എന്തെങ്കിലും കഴിച്ചാൽ മതി. അതുകൊണ്ട് ഞാൻ എപ്പോഴും ആ ടൈമിൽ റെസ്റ്റോറന്റ് ബേസ്ഡ് ജോലികളെ നോക്കിക്കൊണ്ടിരുന്നത്. അതൊക്കെ നമുക്ക് ഫുഡ് കിട്ടുമല്ലോ. ഫുഡ് ഫുഡ് ബാങ്കിന്റെ കഥ പറഞ്ഞപ്പോഴത്തേക്കാ ലൈക്ക് ഞങ്ങളുടെ കോളേജിലുണ്ട് ഫുഡ് ബാങ്കിന്റെ സെറ്റപ്പ്. ലൈക്ക് അതുകൂടാണ്ട് ലൈക്ക് ആ സിഡ്നി ഏരിയയിലെല്ലാം ലൈക്ക് ഇതേപോലത്തെ ഒരു ഫുഡ് ബാങ്കിന്റെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. അതായത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ബീൻസും ലൈക്ക് ഈ മറ്റേ സാൽമണൊക്കെ ഇല്ലേ ക്യാനിനകത്ത് വെച്ചിട്ട് നമുക്ക് സാധനങ്ങൾ തരും. ലൈക്ക് ബ്രെഡ്, പിന്നെ ലൈക്ക് ഇവിടെ ആൽഫാക്സിനാണെങ്കിൽ തന്നെ ഉണ്ട്. ലൈക്ക് ഇവിടെ വലിയ സെറ്റപ്പാ. ഇവിടെ മറ്റേ പച്ചക്കറിയും സവോളയും കാര്യങ്ങളും എല്ലാം തരും. അതുകൂടാണ്ട് നമ്മൾ മറ്റേ ഒരു പേപ്പറിൽ എഴുതി കൊടുക്കുവാണെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് വേണ്ട ഡെസ്ക് കട്ടില് ലൈക്ക് ഇതെല്ലാം നമ്മൾ എഴുതി ടിക്കറ്റ് കൊടുത്താൽ നമ്മൾ വെയിറ്റിംഗ് ലിസ്റ്റ് കയറും. and അവർ വരുമ്പോഴത്തേക്ക് നമ്മളെ വിളിച്ച് നമുക്ക് വീട്ടിലേക്ക് തന്നു. അങ്ങനെ കുറെ ഉപകാരപ്പെടുന്ന കഥകൾ ഇവിടെ ഉണ്ട്. നമുക്ക് അറിഞ്ഞൂടായിരുന്നു. കാര്യം ചോദിക്കാന്നാണ് കേടായതുകൊണ്ട് നമ്മളന്ന് അങ്ങനെയൊന്നുമില്ല. നമ്മൾ താമസിച്ചിരുന്നത് മോട്ടലിലായിരുന്നു. അപ്പൊ അതുണ്ടായിരുന്നു. മോട്ടലിൽ താമസിച്ചിരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാ. ഒരു ചില ടൈമിൽ റെന്റ് നമ്മൾ വൈകും. കാരണം $250 എത്തിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ ആ ടൈമിൽ. അപ്പൊ നമുക്ക് ഈ മോട്ടലിന് റെന്റ് കൊടുക്കണമായിരുന്നോ? ഫ്രീ അല്ലായിരുന്നു? ഇത് ഒമാറങ്ങളുടെ ഹോട്ടലില്ല. അതിന് മുമ്പ് ഞാൻ മോട്ടലിലാണ് വന്ന് താമസിച്ചത്. ഇതിന് മുന്നേ. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കുറച്ചൊന്ന് ബെറ്റർ ആയത്. പിന്നെ അത് കഴിഞ്ഞ ഒമാറങ്ങളെല്ലാം കണ്ടുപിട്ടി. പിന്നെ പിസ്സ കടയിൽ നിന്ന് ഇതാണല്ലോ എനിക്ക് ലൈക്ക് ഈ റെന്റ് 250 എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നേ. ഞാൻ വന്നിറങ്ങിയത് മറ്റേ റോക്ക് ക്ലിഫ് എന്നൊക്കെ പറഞ്ഞ ഒരു ചേരിയിലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. ഞങ്ങൾ ഫുള്ള് ലോക്കൽസ് താമസിക്കുക. ലൈക്ക് ആ ഒരു സെറ്റപ്പാണ് അവിടെ. ലൈക്ക് കാരണം ഞാൻ എൻ്റെ ഫ്രണ്ടിൽ മറ്റേ ആൾക്കാരെ കുത്തുന്ന ആ സെറ്റപ്പും വെടിവെട്ടും ലൈക്ക് അമ്മാരി പരിപാടി എല്ലാം അവിടെ നടക്കുന്ന പരിപാടിയാ. ലൈക്ക് ഞങ്ങളുടെ ആ വീടെന്ന് പറഞ്ഞാൽ എത്ര റൂമായിരുന്നു? 3 ബെഡ്റൂമിനകത്ത് ഞങ്ങൾ കണ്ട് 11 പേരോ 12 പേരോ. അത് പറയാനാ ഞാൻ വന്നേ. ഞങ്ങൾക്ക് എത്രയായിരുന്നു റെന്റ് എന്നറിയാവോ? എനിക്ക് 160 രൂപയായിരുന്നു ഞാൻ വന്നപ്പോഴത്തേക്ക് മാസം റെന്റ്. അങ്ങനെയാണ് അടച്ചടച്ച് ഞങ്ങൾ പോയിട്ടുണ്ട്. പിന്നെ ഇപ്പോഴാണ് ഈ പറഞ്ഞ $500 $600 ഒക്കെ ആയി. അന്ത കാലത്ത് 100 150 ഒക്കെ ആയിരുന്നു ഏറ്റവും ഹൈയസ്റ്റ് ലെവലിൽ. ഞങ്ങളുടെ ടൈമിൽ 250 ഒക്കെ കൂടുതലായിരുന്നു. ആണോ? 250 എന്ന് പറയുമ്പോൾ കാരണം നമുക്ക് അന്ന് $5 $6 പണിയെടുക്കണേ. നമ്മൾ 250 ഒക്കെ എത്ര മണിക്കൂർ വർക്ക് ചെയ്യണം? 19 മണിക്കൂർ പണിയെടുക്കണം. ഞങ്ങൾക്ക് $11 മിനിമം. $11 ഒന്നുമില്ല. അതൊക്കെ സ്വപ്നം. അതൊക്കെ അങ്ങനെയാണ് കിങ് അടിച്ച് ചോദിച്ചാൽ അവിടെ. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിച്ചയിൽ കയറിയിട്ട് പിച്ചയിൽ കയറി കഴിഞ്ഞപ്പോൾ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത സാധനം. കാര്യം നമ്മള് പിസ്സ നൈറ്റ് അയക്കുമ്പോൾ ഞങ്ങളുടെ മാനേജർ ആണെങ്കിൽ നൈറ്റ് ആകുമ്പോൾ ഞാൻ ഡെലിവറി ജോലി എടുക്കും. കാരണം അതിൽ ടിപ്പ് കൂടുതൽ കിട്ടുമല്ലോ. അപ്പൊ നൈറ്റ് ഞാൻ ഡെലിവറി ഷിഫ്റ്റ് എടുക്കുമ്പോൾ എപ്പോഴും ഒരു 12 മണി കഴിയുമ്പോൾ വീക്കെൻഡിൽ മൊത്തം ഈ വെള്ളമടിക്കാരാണല്ലോ മൊത്തം. അപ്പൊ ഈ പിസ്സയുടെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ 40 മിനിറ്റ് ഗ്യാരണ്ടിയാണ് ഡെലിവറി ഗ്യാരണ്ടി. കറക്റ്റ് 40 മിനിറ്റ് ഡെലിവറി വേണം, അല്ലെങ്കിൽ ഫ്രീയാ. അപ്പൊ നമ്മള് ഇപ്പൊ ഉണ്ടെന്നറിയില്ല, നേരത്തെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവര് നേരത്തെ അവിടെ ചെന്ന് കഴിയുമ്പോ ഇവരൊരു 30-35 മിനിറ്റ് ആയി കഴിഞ്ഞാലല്ലോ ആള് വാതിൽ ഓർക്കില്ല. ഇവര് നമ്മളവിടെ. അപ്പൊ നമുക്ക് നേരെ അപ്പൊ തന്നെ കസ്റ്റമർ സർവീസിനെ വിളിക്കാം. കസ്റ്റമർ സർവീസിനെ വിളിച്ചിട്ട് പറഞ്ഞാൽ അവര് വാല് ഓർക്കണില്ല, ഞാനിവിടെ എത്തിയിട്ടുണ്ട്, ഈ ടൈം ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അവരപ്പോ വിളിക്കാൻ നോക്കും. അപ്പൊ നമുക്ക് റെക്കോർഡ് എപ്പോഴും ചെയ്യണോണ്ട് നമ്മൾ ആ ടൈം ആകുമ്പോൾ ഓൾറെഡി കസ്റ്റമർ സർവീസിനെ വിളിക്കാൻ നോക്കും. ഇവരെല്ലാരും ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പൊ അന്ന് ചെന്നപ്പോ ഇവര് വാതിൽ ഓർക്കണ. ഞാൻ 36 മിനിറ്റ് അങ്ങോട്ട് വന്നിട്ട് കറക്റ്റ് ഓർമ്മയുണ്ട് എനിക്ക്. അപ്പൊ അവര് വാതിൽ ഓർക്കണില്ല. അപ്പൊ ഞാൻ അവിടെ കുറെ നേരം 2-3 മിനിറ്റ് കൊട്ടി. അപ്പൊ ഞാൻ കറക്റ്റ് ഇവരെ വിളിച്ചിട്ടുണ്ടിരുന്നപ്പോ 40 മിനിറ്റ് ആയി. അപ്പൊ ഒരാൾ പുറത്തിറങ്ങി ഇറ്റ്സ് ഫ്രീ നൗ എന്ന് പറയണ്ടേ. നോ ഇറ്റ്സ് നോട്ട് ഫ്രീ, ഐ വാസ് ഹിയർ ഫോർ ദിസ് ലോങ്. അപ്പൊ അയാൾ എന്റെ അടുത്ത് പറഞ്ഞേ നീ വെള്ളക്കാരാണ്, നീ ഇവിടുന്ന് ഫുഡ് തരാണ്ട് നീ പോകൂലെന്ന് പറഞ്ഞു. വെള്ളം അടിച്ചില്ലേ വെളുപ്പിന് 1 മണി ടൈമിലേക്ക്. അവൻ പറഞ്ഞ് ഇല്ല എണ്ണക്കണ ഗോനി പറഞ്ഞു. ഞാനപ്പോ തിരിഞ്ഞങ്ങടെ നടന്ന് ഞാൻ എന്റെ പിസ്സ ബാക്കിൽ വെച്ച് എന്നിട്ട് എന്റെ ഡ്രൈവറിനാണ് പോയപ്പോ അവൻ അപ്പുറം സൈഡിൽ കൂടി ഇപ്പഴത്തെ പാസഞ്ചർ ഡോർ തുറന്നിട്ട് കീ ഇങ്ങനെ വലിച്ചെടുത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇവരെ കീ ബാക്ക് എന്ന് പറഞ്ഞു. അവൻ ഒറ്റടിച്ചിട്ട് തന്നെ വയറ്റിന്റെ ഇവിടെ. അതിങ്ങനെ ഇരുന്ന് എനിക്ക് എന്താ ചെയ്യണേ, ഞാൻ പേടിച്ചു പോയി. ഇവനെങ്ങാനും കുത്തേങ്ങനെ ചെയ്താലോ? രാത്രി 1 മണിക്ക് ഒരു മനുഷ്യനില്ലല്ലോ അവിടെ, രാത്രി ഇരുട്ടാണ്. ഞാൻ നേരെ പിസ്സ മാൻ പിസ്സ എടുത്തോളാൻ പറയും. കാര്യം അവനെ എന്റെ കയ്യിലുണ്ടായിരുന്ന മറ്റേ ഡെബിറ്റ് മെഷീൻ ഉണ്ടല്ലോ, ഡെബിറ്റ് മെഷീൻ വലിച്ചെറിഞ്ഞ് കാറിൽ നിന്ന് ഫ്രണ്ടിൽ നിന്ന് എടുത്തിട്ട്. ആ പിസ്സ $20 ഉണ്ടാവും പിസ്സക്ക്. അതിന് വേണ്ടിട്ടാ ആ പിസ്സ അമ്മ മേടിച്ചിട്ട് പോയി. ഞാൻ വിറക്കാണ്. എനിക്കെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞോടാ. ഞാൻ ഭയങ്കര ഇങ്ങനെ ഫ്രോസൺ ആയി പോയി ആ ടൈമില്.
ഞാൻ നേരെ എന്നിട്ട് നേരെ കാറിനകത്ത് കയറി ആ ഡെബിറ്റ് മെഷീനൊക്കെ ഡെബിറ്റ് പൊട്ടിപ്പോയി. ഡെബിറ്റ് മെഷീൻ കാറിനകത്ത് കയറി കീ തരാൻ പറയാൻ കീ തന്ന് പിസ്സ എടുത്തോണ്ട് പോയിട്ട് കീ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എറിഞ്ഞിട്ട് തന്നു. അതിന്റെ കീ എടുത്തിട്ട് ഞാൻ കാറപ്പം തന്നെ ലോക്ക് ചെയ്ത് മൊത്തം ലോക്ക് ചെയ്ത് അവിടെ നിന്ന് ഓടിച്ചു പോയി. അവിടെ കുറച്ച് നേരം നിർത്തിയിട്ട് ഞാൻ പോലീസിനെ വിളിച്ചു. പോലീസിനെ വിളിച്ചിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റണില്ല. ഇങ്ങനെ ഇങ്ങനെ അടിച്ചിട്ടിരിക്കുക. എന്താ ചെയ്യേണ്ടത് എനിക്ക് അറിഞ്ഞൂടാ. ആദ്യത്തെ എക്സ്പീരിയൻസ് അല്ലേ, ഫസ്റ്റ് ഒരു ആള് നമ്മൾ ഇടിച്ചേക്കണേ, നമ്മള് ചത്തോ എന്നുള്ള പേടിയിൽ ഞാൻ ഇരിക്കണേ. ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ആ കസ്റ്റമർ സർവീസിനെ വിളിച്ചു പിസ്സ അവര് പറഞ്ഞു മൈ അപ്പോളജീസ്. ഞാൻ പറഞ്ഞു ഞാൻ പൊട്ടറായപ്പോ എനിക്കാണെങ്കിൽ ഭ്രാന്ത് കയറി. അപ്പൊ പോലീസിനെ വിളിച്ച പോലീസ് പറഞ്ഞു ലീവ് ദ പ്രിമിസസ് ലെറ്റ് മീ നോ ദ അഡ്രസ് എന്ന് പറഞ്ഞാണ്ട് പോലീസുകാരെ അവിടെ ചെന്ന്. എന്റെ പോലീസുകാരെ അവിടെ ചെന്നപ്പോ ഇവര് ഭയങ്കര പാർട്ടി ചെയ്തോണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പൊ അവർക്ക് അറിയാമായിരുന്നു അവിടെ ഈ ഡെബിറ്റ് മെഷീനൊക്കെ പൊട്ടിക്കിടക്കണേന്റെ അതവർക്ക് കാണാം. അപ്പൊ അയാള് എന്നിട്ട് അപ്പുറത്തെ ഒരു വീട്ടുകാരനുണ്ടായിരുന്നു. വീട്ടുകാരുടെ അടുത്ത് പോയി ചോദിച്ചു, വീട്ടുകാരൻ നിങ്ങൾ എന്തെങ്കിലും കണ്ടായിരുന്നു? ഐ ഹേർഡ് സം നോയ്സ് എന്ന് പറഞ്ഞു. കണ്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്നിട്ട് അയാൾക്കെതിരെ കേസെടുത്ത് എന്നിട്ട് എന്റെ അടുത്ത് ചോദിച്ചു എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അവരെന്ത് ചെയ്യാന്, ഐ ഡോണ്ട് വാണ്ട് ഗെറ്റ് ഇൻടു എനി ട്രബിൾ, PR ഇല്ല, ഒരു സാധനവും ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യണ്ട, ഐ ഡോണ്ട് വാണ്ട് എനിത്തിങ്. അപ്പൊ പിസ്സ കിസലോമാറങ്ങൾ എനിക്ക് $10,500 തന്നു. എന്നിട്ട് പറഞ്ഞു യു ടേക്ക് റെസ്റ്റ് എന്ന് പറഞ്ഞു. കുറച്ച് ദിവസം അവിടെ വീട്ടിലിരിക്കാൻ പറഞ്ഞു. എനിക്ക് ആ ഷോക്ക് മാറാൻ എനിക്ക് അറ്റ്ലീസ്റ്റ് എനിക്കൊരു 2 മാസം 3 മാസം എടുത്ത്. എനിക്ക് ഞാൻ പിസ്സ ഡെലിവറി രാത്രി പോണില്ല. 20 വയസ്സുള്ളൂ. എനിക്ക് പിസ്സ ഡെലിവറി രാത്രി പറ്റില്ല. പിന്നെ എനിക്ക് ആദ്യം ഞാൻ പിന്നീട് പോയി എന്റെ അടുത്ത് പുള്ളി ചോദിച്ചു എനിക്ക് ചെയ്യണോ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു എനിക്ക് ചെയ്യണ്ട, ഞാൻ കടയിൽ തന്നെ വർക്ക് ചെയ്തല്ലോ. ഞാൻ പിന്നെ കുക്കായി മാറി കുറച്ചാള്. പിന്നെ കുറച്ചാൾ കഴിഞ്ഞപ്പോ എന്റെ കൂട്ടുകാരൻ എന്റെ കൂടെ ഡെലിവറിക്ക് വന്നു തുടങ്ങി. ഞാൻ പറഞ്ഞു പതുക്കെ ധൈര്യം. കാരണം ഇത് എനിക്ക് പിന്നെ ലേറ്റ് ആവാറാകുമ്പോ എനിക്ക് ടെൻഷനാ. ഞാനിപ്പോ ആരിലും വെറുതെ ചോദിച്ചാൽ ഞാൻ കൊടുക്കും എനിക്ക് വേണ്ട. ഈ ഇടിയുടെ കേസ് പറഞ്ഞപ്പോഴാ ഇതേപോലെ ഒരു സംഭവം. ലൈക്ക് എനിക്കല്ല, എന്റെ ഒരു കൂട്ടുകാരൻ, ഞങ്ങൾ ഒന്നിച്ച് താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീട് ഒക്കെ, ലൈക്ക് ഒരു വലിയ 6 ബെഡ്റൂമിന്റെ ഒരു വീടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ തൊട്ടിപ്പുറത്ത് ഒരു അപ്പച്ചനും അമ്മച്ചിയും താമസിക്കുന്നുണ്ട്. ഞങ്ങൾ ഒരേ കോമ്പൗണ്ട്, ലൈക്ക് ഇവിടെ മതിലുകളൊന്നും ഇല്ലല്ലോ. അപ്പൊ ആ സെയിം കോമ്പൗണ്ടിൽ തൊട്ടപ്പുറത്ത് ഒരു അപ്പച്ചനും അമ്മച്ചിയും താമസിക്കുന്നുണ്ട്. അപ്പൊ ആ അപ്പച്ചനും അമ്മച്ചിക്ക് ഒരു മകനുണ്ട്. പുള്ളിക്കാരൻ ഫുൾ ടൈം ജയിലാ. ഓക്കെ, ലൈക്ക് ഫുള്ള് ഡ്രഗ്സും പരിപാടിയൊക്കെ ആയിട്ട് വിഷയക്കാരൻ. ലൈക്ക് പുള്ളിനെ ഞങ്ങൾ കണ്ടിട്ടൊന്നും ഇല്ലായിരുന്നു. എന്നിട്ട് ഒരു ദിവസം ലൈക്ക് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, എന്നാലും ലൈക്ക് എന്റെ കൂട്ടുകാരൻ ഇങ്ങനെ കയറി വന്ന സമയത്ത് ലൈക്ക് ഇവൻ ഏതാണ്ട് മറ്റേ വണ്ടി അവിടെ കണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അടുപ്പിച്ചിട്ടൊന്നോ ഏതാണ്ട് പറഞ്ഞതിന് ഇവൻ കലിപ്പുണ്ടാക്കി. ഇവൻ വന്നിറങ്ങിയപ്പോഴത്തേക്ക് അപ്പം ഞാൻ പേര് പറഞ്ഞു, അത് കട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ. അപ്പം ലൈക്ക് അവിടെ വന്നിറങ്ങിയപ്പോഴത്തേക്ക് ലൈക്ക് അവിടെ അടുപ്പിച്ചിട്ടിരിക്കുന്നു. അപ്പൊ അത് കണ്ടപ്പോഴത്തേക്ക് അവൻ വൻ കലിപ്പ്, അവന് വലിയ പട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവൻ വന്നിട്ട് കലിപ്പായി ലൈക്ക് ഇങ്ങനെ ചുമ്മാ തട്ടിക്കയറിക്കൊണ്ടിരിക്കുന്നത്, എന്തോ ഡ്രിങ്ക്സ് ഒക്കെ അടിച്ചോണ്ടിരിക്കുവാന്ന് തോന്നുന്നു. എന്നിട്ട് ഇവൻ വേറൊരുത്തനെ വിളിച്ചു വരുത്തി. വലിയൊരു തടിമാടൻ ഒരുത്തൻ നേരെ വന്ന് വലിയ ട്രക്കില് നമ്മുടെ വീടിന്റെ വാതിക്കലോട്ട് വെച്ചിട്ട് ഒന്നും ചോദിക്കൊണ്ട് വന്നിട്ട് ഒരൊറ്റ ഇട്ടിടിച്ച് നമ്മുടെ എന്റെ കൂട്ടുകാരനെ. അപ്പം ഒന്നും മനസ്സിലാവണില്ല, എന്തിനാണ് അടിച്ചതെന്ന് പോലും ഇപ്പോഴും അറിയത്തില്ല. എന്താണ് സംഭവം? ലൈക്ക് എന്തോ റേസിസ്റ്റ് സെറ്റപ്പില് ആ ഒരു സീനിലായിരുന്നു. ലൈക്ക് അടിച്ച് എന്നിട്ട് ഞങ്ങൾ പോലീസിനെ വിളിച്ച് അകത്തോട്ട് കയറി വന്ന് ലൈക്ക് അവന്മാർ എന്നിട്ട് പോയി. ലൈക്ക് വണ്ടി എടുത്തിട്ട് അവന്മാർ രണ്ടുപേരും അങ്ങോട്ട് പോയി. എന്നിട്ട് പോലീസിനെ വിളിച്ച് അപ്പോഴാണ് ഈ പോലീസിന്റെ വിലയൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. ലൈക്ക് എന്താ പറയാ, ലൈക്ക് ഒന്നും പറയാനില്ല. ഒരു പുള്ളിയും പിന്നെ വേറൊരു പുള്ളിയും കൂടെ കയറി വന്ന് വീടിനകത്തോട്ട്. ലൈക്ക് ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. ലൈക്ക് അവര് പുള്ളിക്കാരൻ പരോളിൽ ഇറങ്ങിയതാണ്. അപ്പം അവൻ എന്തൊക്കെയാ ചെയ്യുന്നത് നമുക്കറിയാൻ പാടില്ല. സോ നിങ്ങൾ സൂക്ഷിക്കുക, അല്ലാണ്ട് ഞങ്ങൾക്കൊന്നും പറയാനായിട്ടൊന്നുമില്ല. അടിപൊളി. ഈ സെറ്റപ്പിൽ ഞങ്ങളടിക്കാൻ വന്നിട്ട് പറഞ്ഞിട്ട് പോയി. ലൈക്ക് ഞങ്ങളെന്തോ പറയാ, ലൈക്ക് വിഷയമാണ് ലൈക്ക് ഇവിടുത്തെ പോലീസിന്റെ കേസൊക്കെ പറഞ്ഞു. ഇവരല്ലേ ഇപ്പൊ എന്റെ അടുത്തും ഈ ഇതേപോലെ തന്നെ കേസ് ഫോളോ അപ്പ് ചെയ്യാനൊക്കെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും വേണോ? ഞാൻ പറയും എന്തുട്ട് പറയാനേ അവരുടെ അടുത്ത്. സാധാരണ നമ്മുടെ നാട്ടിൽ നമ്മളൊന്നും ചെയ്യണ്ട, അവര് ആ കേസ് എടുക്കുക, അവരത് ഫോളോ അപ്പ് ചെയ്യും. നമ്മുടെ ചോദിക്കണേ എന്ത് ചെയ്യണോന്ന്. ലൈക്ക് ഇതേപോലെ തന്നെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എന്റെ ഒരു ദിവസം വണ്ടിയിൽ നിന്ന് ആരാണ്ട് പേഴ്സ് അടിച്ചോണ്ട് പോയി. ഓക്കെ, ലൈക്ക് വണ്ടിയിൽ പേഴ്സ് ഞാൻ വെക്കാൻ പാടില്ലായിരുന്നു. എന്നിരുന്നാലും പക്ഷെ അവിടെ അറിയാണ്ട് ഞാൻ ഒരു ദിവസം മറന്നുപോയി. അന്ന് തന്നെ ലൈക്ക് ഇവിടുന്ന് സാധനം കട്ടോണ്ട് പോയി. ലൈക്ക് ഈ കട്ടോണ്ട് പോകുന്നതെല്ലാം ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ലൈക്ക് ഞാൻ താമസിക്കുന്ന വീടും അതിനപ്പുറത്തെ വീട്ടിലെയും ലൈക്ക് ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം വെച്ചിട്ട് ഞാൻ പോലീസിനെ വിളിച്ച് ഞാൻ പറഞ്ഞു ലൈക്ക് ഒന്നുമില്ല, അവർക്കൊന്നും പറയാനില്ല. ലൈക്ക് ഇവിടെയൊക്കെ സ്ഥിരം നടക്കുന്ന പരിപാടിയാണ്, നിങ്ങളിതൊക്കെ സൂക്ഷിക്കണ്ടേ, ഞങ്ങൾക്ക് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഈ ക്ലിപ്സ് ഉണ്ട്, നോക്ക്, വീഡിയോ ക്ലിപ്സ് ഉണ്ട് എൻ്റെ, അതെല്ലാം എനിക്കൊന്ന് അയച്ചു തന്നെ. അതിൻ്റെ ഒരു പുള്ളിക്കാരി വീട്ടിലേക്ക് കയറി വന്ന് അതെല്ലാം ഞാനിരുന്ന് കാണിച്ചു കൊടുത്തു. ഓക്കെ, ഇത് ക്ലിയർ അല്ല, ഷാഡോ പോലെയാണ് എനിക്ക് തോന്നുന്നത്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല.
എന്ന് പറഞ്ഞിട്ട് പോയി ആ സാധനം പോയി. അതാണ് ഇവിടെ കാര്യം. അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട് നമ്മുടെ നാട്ടില് കുറെ ബെറ്റർ ആയിട്ടുള്ളത്. പോലീസുകാരെ കറക്റ്റ് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ അവർ ഇത്തിരി സീരിയസ് ആണ്. പിന്നെ അതിലൊക്കെ കേരള പോലീസ് സല്യൂട്ട്. അതെ നമ്മുടെ ഇവിടുത്തെ ഇവർക്ക് കറക്റ്റ് പ്രൂഫ് വേണം. ആ കണ്ടത് ഇങ്ങനെയല്ല, അല്ലെ ആ വേറെ ഐ വിറ്റ്നസ് വേണം. പ്രൂഫ് നമ്മൾ പിന്നെ ഇടി കൊള്ളുമ്പോ നമ്മള് പ്രൂഫ് നോക്കിയിടയ്ക്കുള്ള ക്യാമറ എടുക്കാൻ നിൽക്കുകയുള്ള. അപ്പൊ അതൊക്കെ കൊണ്ട് ആ ഒരു പേടിയിലാണ് ഞാൻ. അതും ഒരു റീസൺ ഉണ്ടായിരുന്നു ഞാൻ ഒണ്ടാരി വിടാനായിട്ട്. എനിക്ക് പിന്നെ അത് ആ മൈൻഡിൽ അങ്ങോട്ട് കിടന്നപ്പോ എനിക്കിതെല്ലാം ജസ്റ്റ് ലൈക്ക് ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ സിഡ്നിയൊക്കെ ആണെന്നുണ്ടല്ലോ ഇതൊന്നും ഒന്നുമില്ല കേട്ടോ. ഞങ്ങൾ എന്ത് സമാധാനമുള്ള ലൈഫായിരുന്നു. ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇവിടെ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. ടൊറന്റോയിലൊക്കെ സ്ഥിരമാണ് ഈ കാർ കട്ടോണ്ട്. ഇവിടെ ഇന്ന് നമ്മുടെ ഒരു ക്ലയന്റിനെ ഞാൻ ഇങ്ങനെ വീഡിയോ കാണിക്കാൻ പോയപ്പോ അവര് പുതിയ കാർ മേടിച്ചിട്ടുണ്ട്. കാർ മേടിച്ചിട്ട് അവർക്ക് പുറത്തിടാൻ വേണ്ടിയ കാറ് ഇവിടെ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുക. കാർ തെഫ്റ്റ് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവരെപ്പോഴും വെറുതെ ആളിങ്ങനെ നടന്നു പോയിട്ട് കാർ ഇങ്ങനെ തുറന്നു നോക്കി പോകുന്നു. ഏതെങ്കിലും ഒരു കാറ് തുറന്നിടപ്പുണ്ടാവും. അവിടെ ഒക്കെ സാധനം അടിച്ചിട്ട് പോകും. അതൊക്കെ വെച്ച് അത് മാത്രം ഇവിടുന്ന് കാറ് ലൈക്ക് എന്തുമാത്രം മറ്റേ വീടുകളുടെ മറ്റേ CCTV ക്യാമറന്ന് ഇതേപോലെ ഒരു ദിവസം ഞാനൊരു വീഡിയോ മറ്റേ ബ്രാംപ്ടൺ ഏരിയയില് ഒരുത്തൻ ഇതേപോലെ തന്നെ ചുമ്മാ ജസ്റ്റ് കയറി നോക്കുന്നു. ഈ പയ്യൻ ലൈക്ക് കൊച്ചുങ്ങളെ വണ്ടിക്കകത്ത് ഇരുത്തിയിട്ട് ലൈക്ക് അകത്തോട്ട് അതുകൊണ്ട് കയറി പോയതാ. ആ കൊച്ചുങ്ങളെ കൊണ്ട് പോയതേ. ആ കൊച്ചുങ്ങളെ കൊണ്ട് എടുത്ത് ബാക്കിലോട്ട് അടിക്കുന്ന CCTV ക്യാമറ അണ്ട് ഇവൻ ഓടി വന്നിട്ട് മറ്റേ കൊച്ചു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവന്റെ ബാക്കിൽ വേറൊരു വണ്ടിക്കാരനുണ്ടായിരുന്നു. എന്നിട്ട് ഇവൻ ഈ ഡ്രൈവർ മറ്റേ ഓണർ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഇവന് മനസ്സിലായി കൊച്ചുങ്ങളും ഉണ്ടാകത്ത്. അവൻ ആ വണ്ടി അവിടെ ഇട്ടിട്ട് അവൻ ബാക്കിലത്തെ വണ്ടിയിൽ ഓടിപ്പോയി. ഇപ്പൊ വണ്ടികളെല്ലാം ഉണ്ടായിരുന്നല്ലേ. ഇപ്പൊ ആള് വീട്ടിലേക്ക് ഇടിച്ചു കയറേ, വീട് തല്ലിപ്പൊളിച്ച് കയറിയിട്ട്. കാര്യം പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തോ ഒരു സിഗ്നല്, ഒരു കമ്പി വെച്ച് സിഗ്നൽ എടുത്തിട്ട് അത് വെച്ചാണ് കാർ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. ഇപ്പൊ നേരെ അത് സിഗ്നൽ എടുക്കാൻ നേരെ വാതിൽ തല്ലിപ്പൊളിക്ക് വീടിനകത്തൊക്കെ അടിച്ചു പൊളിച്ചിട്ട് ഇതെടുക്കേ. അപ്പൊ മറ്റൊരു കോമഡി വീഡിയോ കണ്ടത് ഓർമ്മയുണ്ടോ? ഇപ്പൊ അവര് പോലീസുകാരൊരു ഇത് സ്റ്റേറ്റ്മെന്റ് ഇട്ടേണേ, നിങ്ങൾ ആ വീടിന്റെ കാറിന്റെ കീ ആ ഡോറിന്റെ അവിടെ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എടുത്തിട്ടാണ് പോയി. അപ്പൊ നമ്മള് മേടിച്ച സാധനത്തിനൊന്നും ഒരു വിലയില്ല. ആ കാറിന് അത് കൊടുത്തില്ലെങ്കിൽ അവർ വെട്ടിക്കൂലി നമ്മളെ. എന്ത് തോക്കുണ്ടെന്ന് അതാണ് വിഷയം. നമ്മള് തിരിച്ചു വെടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രശ്നക്കാരാ, നമ്മള് ജയിലിൽ പോവും. നമ്മുടെ സ്വന്തം പ്രൊട്ടക്ട് ചെയ്യാൻ പാടില്ല. അതാണ് കാനഡ ലോ അങ്ങനത്തെ കാര്യത്തിലേക്ക്. നമ്മള് ഒരാളെ പിടിച്ച് വെറുതെ പോയി നമ്മളൊരാൾ തല്ലാൻ വന്നേ നമ്മള് ഡിഫെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നവും നമുക്ക് രണ്ടുപേർക്കെതിരെ കേസ് വരും. മര്യാദക്ക് പ്രൂഫ് ഇല്ലെങ്കിൽ സ്വരക്ഷയെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അത് പ്രൂവ് ചെയ്യാൻ അതിന്റെ പുറകെ നമ്മൾ നടക്കണ്ടേ. നമ്മുടെ നാട്ടില് എന്ത് സ്വരക്ഷ എന്ത്. അതാണ് ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്കിപ്പോ ലൈഫിൽ ചില കാര്യങ്ങൾ നമുക്ക് മറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഈ കാറിന്റെ ഈ തെഫ്റ്റിന്റെ സംഭവമാണ് എനിക്ക് ഭയങ്കര പേടിയ രാത്രി. എനിക്ക് രാത്രി ഞാനിപ്പോ ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ പോയി നോക്കും ഞാൻ എന്തെങ്കിലും ഉണ്ടോ. കാരണം ഇവിടത്തേക്ക് എല്ലായിടത്തും ഇവിടുത്തെ ഡോറും നാട്ടിലത്തെ ഡോറ് ഇതൊക്കെ വെച്ച് വ്യത്യാസം ഉണ്ടല്ലോ. മുഴുവൻ തടിയാണ്, തടിയും ജില്ലൊക്കെ ഉണ്ട്. ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എനിക്ക് ഓർമ്മയുണ്ട് ഞങ്ങളുടെ മറ്റേ ഇത് വന്ന സമയത്ത് എന്റെ റൂമിനകത്ത് രണ്ട് ചുമ്മാ ലൈക്ക് തമാശക്ക് അതാണ്ട് പറഞ്ഞു തുടങ്ങി. എന്നിട്ട് അടി ഉണ്ടായി, ലൈക്ക് രണ്ടുപേരും കൂടെ അടി ഉണ്ടായി. ഇവൻ വന്നിട്ട് ഒരൊറ്റ തള്ളു, ലൈക്ക് ഇവന്റെ മുട്ട് വെച്ചിട്ട് ഒരൊറ്റ ഇടി ഇവിടെ മുഴുവൻ പൊളിഞ്ഞു പോയി. പൊളിഞ്ഞു പോയി. അതാണ് പിള്ളേരുകള്. കാര്യം വെച്ചാൽ ഇവിടത്തെ എന്ന് പറയുമ്പോ എല്ലാം ഈ പൊള്ളയായിട്ടുള്ള സാധനം ഒന്ന് ആഞ്ഞൊന്ന് ചവിട്ടി കഴിഞ്ഞാൽ വീട് പുറത്തിറക്കുന്നു. അതാണ് ഈ കൺസ്ട്രക്ഷനും വെച്ച് നോക്കുമ്പോഴ ഇവിടത്തെ അവിടെ നമ്മൾ വ്യത്യാസേ. നാട്ടില് ഒരു ആണി അടിച്ചു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന സാധനം അത്രേ ഉള്ളൂ. ഇവിടെ ആണി അടിച്ചു കഴിഞ്ഞാൽ ഒരു എന്തെങ്കിലും തൂക്കിട്ടാൽ മതി, ഒരു ഇല തൂക്കിട്ട് കഴിഞ്ഞാൽ അത്രയും വീട്ടേക്ക് ഉള്ളൂ. അതാണ് ഇപ്പൊ ഇവിടത്തെ. അതാണ് നമ്മുടെ നാട്ടിലത്തെ ഇവിടത്തെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഡീപ്പായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കുറച്ച് പറയാനുണ്ട്. കാരണം വെച്ചാൽ നമ്മുടെ ഹെൽത്ത്, ഇവിടുത്തെ ഹോസ്പിറ്റലിൽ നാട്ടിലെ ഹോസ്പിറ്റലിലെ വ്യത്യാസം, പിന്നെ ഇവിടുത്തെ നമ്മുടെ ലൈസൻസ്, ഇപ്പൊ നമ്മൾ ലൈസൻസ് എടുത്ത കാര്യം പറഞ്ഞത് അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇവിടുത്തെ റിക്വയർമെന്റ് അവിടുത്തെ റിക്വയർമെന്റും നമുക്ക് സംസാരിക്കാം. അതെ, എല്ലാം നമുക്ക് കുറച്ച് വിശദമായിട്ട് നമ്മൾ സംസാരിക്കുന്നതാണ്. അതെ, നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും ഞങ്ങള് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും ഞങ്ങൾ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അടുത്ത് പറയാം. ഞങ്ങൾക്ക് കമന്റ് ഇട്ടാൽ മതി കേട്ടോ. അവനിട്ടാ മതി. അപ്പനും അമ്മയ്ക്കാണ് കമന്റ് ഇടണം. നിങ്ങളൊക്കെ കമന്റ് ഇട്ടോ ഇടക്കിടക്ക്, എന്നാലേ രസം ഉണ്ടാവും. ഞങ്ങൾക്ക് ഇച്ചിരി സന്തോഷമുണ്ട്. അതെ, ഇവര് ഈ ഹാർട്ടും ഇവരുടെ പൂക്കളൊക്കെ ഇട്ടിട്ട് അത് മാത്രമേ കാണുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടിലാണ് ഞങ്ങള് ആ ഒരു ഊർജ്ജം ഇരിക്കുന്നത് ഇനിയും ചെയ്യാൻ വേണ്ടിട്ട്. അതല്ലെങ്കിൽ ഞങ്ങൾ നിർത്തിട്ട് പോകും കേട്ടോ. ഈ വർഷം അവസാനം 100,000 അടിക്കണം.
അതിനുള്ള പണിയിലാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഇതിൽ നമ്മളാണ് നിർത്തുകയാണ് ഈ എപ്പിസോഡ്. ഓക്കെ, അപ്പൊ അഗൈൻ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, എല്ലാം ചെയ്യാനകത്ത് എന്തൊക്കെ അവിടെ സ്വിച്ച് ഉണ്ടോ അതിലൊക്കെ ചെയ്യോ. ഒന്ന് ഞെക്ക്. ഞങ്ങളുടെ ഒരു ആഗ്രഹമല്ലേ പണ്ടതൊക്കെ ലൈക്കിന്, ഇപ്പൊ എന്ന് പറയുമ്പോ യാചിക്കണേ ഒന്ന് പ്ലീസ് ചെയ്തിട്ട് അപ്പൊ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അപ്പൊ സൈനിങ് ഓഫ് ഫ്രം OSP.